ഓക്കെ, നമുക്കപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ നോക്കാൻ പോകുന്ന കോൺസെപ്റ്റ് ഓഫ് മാനേജ്മെന്റ് ആണ്. എന്താണ് മാനേജ്മെന്റ് എന്ന് പറയുന്ന കൺസെപ്റ്റ് അല്ലെ? നമ്മൾ പല മേഖലകളിലും മാനേജ്മെന്റ് എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടാവും. എവിടെയൊക്കെയാണ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്, ആ ഒരു ടേം നമുക്ക് ഭയങ്കര ഫെമിലിയർ ആണ് അല്ലെ? നിങ്ങൾക്ക് എക്സാമ്പിൾസ് പറയാൻ പറ്റുമോ? എവിടെയാണ് മാനേജ്മെന്റ് എന്ന് പറയുന്ന പല മാനേജ്മെന്റുകളും നമ്മൾ കേട്ടിട്ടുണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും എക്സാമ്പിൾസ് ഓർമ്മ വരുന്നുണ്ടോ? മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ അതിനെ പറ്റിയ എക്സാമ്പിൾസുകൾ എന്താണ്? നമുക്ക് അതിലൂടെ എന്താണ് മാനേജ്മെന്റിലോട്ട് കിടക്കാം. ആക്ച്വലി മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇവന്റ് മാനേജ്മെന്റ് നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ കേൾക്കുന്ന ഒരു കാര്യമാണ്. ഇൻഡസ്ട്രിയൽ മാനേജ്മെന്റ്. ഓക്കെ, അപ്പോൾ എന്താണ് ഇൻഡസ്ട്രിയൽ മാനേജ്മെന്റ്? അല്ലെങ്കിൽ നമുക്കിപ്പോ നമ്മുടെ ഡേ ടു ഡേ ഞാൻ പറഞ്ഞു ഇവന്റ് മാനേജ്മെന്റ്. എന്താണ് ഇവന്റ് മാനേജ്മെന്റ്? ഓക്കെ, ടീം മാനേജ്മെന്റ് ഇല്ലേ? അതാ ഞാൻ പറഞ്ഞത്. ഒരുപാട് മാനേജ്മെന്റ് എന്ന് പറയുന്ന ടേംസ് നമുക്ക് ഫെമിലിയർ ആണ്. നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ. നമുക്കറിയാലോ നമ്മുടെ ടോപ്പിക് എന്താണ്? ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ ആണ്. എന്താ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്? ഇതിൽ മെയിൻ ആയിട്ട് കുറെ കാര്യങ്ങൾ വരുന്നത് വിച്ച് ഈസ് റിലേറ്റഡ് ടു ബിസിനസ് ആണ്. അപ്പോൾ മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു കാര്യം സിമ്പിൾ ആയിട്ട് മാനേജ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് സിമ്പിൾ ആയിട്ട് അതിന്റെ അർത്ഥം? ഗെറ്റിംഗ് തിങ്സ് ഡൺ ത്രൂ ദി എഫേർട്ട് ഓഫ് അതേഴ്സ്. അതാണ്. അപ്പൊ നിങ്ങൾ പറഞ്ഞു ടീം മാനേജ്മെന്റ്, ഇൻഡസ്ട്രിയൽ മാനേജ്മെന്റ്, ഞാൻ പറഞ്ഞു ഇവന്റ് മാനേജ്മെന്റ്, ടൈം മാനേജ്മെന്റ് ഒക്കെ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. എന്താണ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്? സിമ്പിൾ ആയിട്ട് മാനേജ്മെന്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നതാണ് ഗെറ്റിംഗ് തിങ്സ് ഡൺ ത്രൂ ദി എഫേർട്ട് ഓഫ് അതേഴ്സ്. എന്താണെന്ന് മനസ്സിലായോ? നമുക്ക് നോക്കാം എന്താണ് മാനേജ്മെന്റ് എന്നുള്ളത്. കണ്ടോ, മാനേജ്മെന്റ് ഈസ് എ ടെക്നിക് ഓഫ് എക്സ്ട്രാക്ടിങ് വർക്ക് ഫ്രം അതേഴ്സ്. അതാണ്. അല്ലെ, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ബിസിനസ് മാനേജ്മെന്റ്. ഒരു ബിസിനസ് എടുക്കാം, അല്ലെങ്കിൽ വേണ്ട, നിങ്ങളൊരു സ്കൂൾ അല്ലെ, നമ്മൾ നമ്മുടെ ഡേ ടു ഡേ ലൈഫിലൊക്കെ കാണുന്ന കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സ്കൂളിൽ അല്ലെ, നമ്മൾ പഠിച്ചിരിക്കുന്ന സ്കൂളുകളിലൊക്കെ ഒരു മാനേജ്മെന്റ് ഉണ്ടായിരിക്കും. എന്തിനാണ് മാനേജ്മെന്റ്? അങ്ങനെ ഒരു കോൺസെപ്റ്റ് എന്തിനാണ്? നമുക്ക് എന്താണോ നമ്മൾ അതിലൂടെ അച്ചീവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അല്ലെ? ഇപ്പൊ ഒരു സ്കൂളാണെങ്കിൽ അവിടുത്തെ ലക്ഷ്യം എന്താണ്? അവരുടെ ഒബ്ജക്റ്റീവ്സ് എന്താണ്? ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? നല്ല ക്വാളിറ്റി എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യണം ആണല്ലോ. അല്ലെങ്കിൽ നല്ല ഒരു എന്താ പറയുന്നത്, ഒരു ബിഹേവിയർ മോഡിഫിക്കേഷൻ കുട്ടികളിൽ കൊണ്ടുവരണം. അപ്പൊ ഒരു ലക്ഷ്യമുണ്ട്. ഈ ലക്ഷ്യം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് അല്ലെ നമ്മൾ ഒരു കൂട്ടം ആളുകൾ വർക്ക് ചെയ്യാണ് അവിടെ. അതിന് എന്തൊക്കെ വേണം? നല്ല ഒരു ഇന്റഗ്രിറ്റി അല്ലെ, ഒരു കോർഡിനേഷൻ എന്ന് കൂടിച്ചേർന്നാലേ നമുക്ക് ഇതൊക്കെ അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അവിടെ ഒരു സ്കൂളിലാണെങ്കിൽ ഒരു സ്കൂൾ മാനേജ്മെന്റ് വേണം. അല്ലെങ്കിൽ ഇപ്പൊ ഒരു ഹോസ്പിറ്റലിൽ എടുത്തോളൂ, ഹോസ്പിറ്റൽ മാനേജ്മെന്റ് വേണ്ട. നിങ്ങൾ ഒരു സ്ഥാപനത്തിൽ കേട്ടിട്ടുണ്ടാവും HR മാനേജ്മെന്റ്, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. അപ്പൊ എവിടെയും മാനേജ്മെന്റ് എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റിന് വളരെ പ്രാധാന്യമുണ്ട്. അപ്പൊ എന്താണ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് എ ടെക്നിക് ഓഫ് എക്സ്ട്രാക്ടിങ് വർക്ക് ഫ്രം അതേഴ്സ് ഇൻ ആൻ ഇന്റഗ്രേറ്റഡ് ആൻഡ് കോർഡിനേറ്റഡ് മാനർ. അല്ലെ, തീർച്ചയായിട്ടും നമുക്കൊരു ഇന്റഗ്രേഷൻ, കോർഡിനേഷൻ വേണം എവിടെയും ഒരു കാര്യം അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട്. മാനർ ഫോർ റിയലൈസിങ് ദ സ്പെസിഫിക് ഒബ്ജക്റ്റീവ് ഇല്ലേ? ഇപ്പൊ ഞാൻ പറഞ്ഞു സ്കൂളാണെങ്കിൽ അവർക്കൊരു ഒബ്ജക്റ്റീവ് ഉണ്ടല്ലോ. എന്താണ്? ഒരു ഹോസ്പിറ്റൽ ആണെങ്കിൽ ഹോസ്പിറ്റലിന് ഒരു ഒബ്ജക്റ്റീവ് ഉണ്ട്. അവർക്ക് എന്താണ്? നല്ല സർവീസസ് പ്രൊവൈഡ് ചെയ്യണം അല്ലെ? അവർ വരുന്ന പേഷ്യൻസിന് നല്ല സർവീസസ് പ്രൊവൈഡ് ചെയ്യണം. അപ്പൊ എല്ലാവർക്കും ഒരു സ്പെസിഫിക് ഒബ്ജക്റ്റീവ്സ് ഉണ്ട്. ഈ ഒബ്ജക്റ്റീവ് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? കണ്ടോ, അത് നേടിയെടുക്കാനായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്തുകൊണ്ട്, കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ ഒരു അച്ചീവ്മെന്റ്, ഒരു ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ആ ടെക്നിക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ? ത്രൂ പ്രൊഡക്റ്റീവ് യൂസ് ഓഫ് റിസോഴ്സസ്, മെറ്റീരിയൽ റിസോഴ്സസ്. ഓക്കെ, mobilizing the physical, human and financial resources and planning their utilization for business operations in such a manner as to reach the defined goals can be benefited to as management. അപ്പോൾ വിത്തൗട്ട് മാനേജ്മെന്റ് നമുക്ക് ബിസിനസ്സിലോട്ട് വരാം
അല്ലെ? ഒരു ബിസിനസ് ആണെങ്കിൽ, അല്ലെ, നമ്മളിപ്പോ ഒരു ബിസിനസ് ആരംഭിക്കുന്നു. ആ ഒരു ബിസിനസ് ആരംഭിക്കുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കമ്പൈൻ ചെയ്തിട്ടാണ് ഒരു ബിസിനസ് ആരംഭിക്കാൻ പറ്റുള്ളൂ. അല്ലെ? അതിന് നമുക്ക് ഫിസിക്കൽ ആയിട്ടുള്ള റിസോഴ്സസ് വേണം, ഫിനാൻഷ്യൽ റിസോഴ്സസ് വേണം, ഹ്യൂമൻ റിസോഴ്സസ് വേണം. ഇതെല്ലാം കമ്പൈൻ ചെയ്ത്, വെറുതെ കമ്പൈൻ ചെയ്താൽ പോരാ. ആൻഡ് ഓൾസോ പ്ലാൻ ദെയർ ഇഫക്റ്റീവ് യൂട്ടിലൈസേഷൻ. അല്ലെ? ഇതൊക്കെ നമ്മൾ കമ്പൈൻ ചെയ്ത് നല്ല രീതിയിൽ ഇഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്ത് അതിലൂടെ നമ്മുടെ ബിസിനസ് ഒബ്ജക്റ്റീവ്സ്, ഗോൾസ്, അല്ലെ? ഇപ്പൊ ഏതൊരു ബിസിനസ് ആണെങ്കിലും അവർക്ക് ഒരു പെർട്ടിക്കുലർ ഒബ്ജക്റ്റീവ് ഉണ്ടാവുമായിരിക്കും. ആ ഒരു ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യുക, ആ ഗോളിലേക്ക് എത്തിച്ചേരാം. അതാണ് അവിടെ പ്രോപ്പർ മാനേജ്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ചെറിയൊരു ഐഡിയ കിട്ടിക്കാണും, ചെറിയൊരു സ്മോൾ ഒരു എന്താ പറയാ, ഒരു ചെറിയൊരു കോൺസെപ്റ്റ് കിട്ടി കാണും എന്താണ് മാനേജ്മെന്റ് എന്നുള്ളത്. ഓക്കെ, ഇനി നമുക്ക് ഇതിനെ കുറച്ചുകൂടി വൈഡായിട്ട് നമുക്ക് നോക്കാം. വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓർ ഫീച്ചേഴ്സ് ഓഫ് മാനേജ്മെന്റ്? എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ, മാനേജ്മെന്റ് ഈസ് എ ഗോൾ ഓറിയന്റഡ് പ്രോസസ്. നോക്കിക്കോളൂ, നിങ്ങളിപ്പോ എവിടെയെങ്കിലും ഏതൊരു മാനേജ്മെന്റ് എടുത്തോളൂ, എന്താണ് അതൊരു ഗോൾ ഓറിയന്റഡ് പ്രോസസ് ആണ്. എന്താണ് ഗോൾ ഓറിയന്റഡ് പ്രോസസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്തൊരു മാനേജ്മെന്റും നമ്മൾ എന്താണ് നടപ്പിലാക്കുമ്പോൾ, അല്ലെങ്കിൽ മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിന് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നുണ്ടെങ്കിൽ അവിടെ എന്ത് മുൻകണ്ടുകൊണ്ടായിരിക്കും? ഒരു ഗോൾ ഓറിയന്റ് ചെയ്തിട്ടായിരിക്കും. അതാ ഞാൻ നിങ്ങളോട് പറഞ്ഞത്, അല്ലെ? ഇപ്പൊ നമ്മളൊരു സ്കൂൾ മാനേജ്മെന്റ് എന്താണ് അവിടെ എയിം ചെയ്യുന്നത്? ക്വാളിറ്റി എഡ്യൂക്കേഷൻ, ക്വാളിറ്റി, അല്ലെ? ഒരു ബെറ്റർ എന്താണ് ഒരു കുട്ടികളെ, ഇൻഡിവിജ്വൽസിനെ ഡെവലപ്പ് ചെയ്തെടുക്കുക, വാർത്തെടുക്കുക. അതാണ് അവരുടെ ഗോൾ. അത് എയിം ചെയ്തിട്ട് വേണം അവർ എന്ത് ചെയ്യാനായിട്ട്? മാനേജ് ചെയ്യാനായിട്ട്. അതാണ് പറയുന്നത് മാനേജ്മെന്റ്. എവറി മാനേജ്മെന്റ് ഒന്നും വേണ്ട, നമ്മൾ ഇവന്റ് മാനേജ്മെന്റ് എടുത്തോ. നമ്മളിപ്പോ ഒരു വീട്ടിലൊരു ഫംഗ്ഷൻ വരുന്നു, ആ ഫംഗ്ഷൻ നടത്താൻ നമ്മൾ ഇവന്റ് മാനേജ്മെന്റിനെ ഏൽപ്പിക്കുന്നു. നമ്മൾ അവരോട് എന്താ പറയുന്നത്? നമുക്ക് ആ ഫംഗ്ഷൻ ഭംഗിയാവണം. അപ്പൊ ആ ഒരു ഭംഗിയാവണമെങ്കിൽ അതിന് എന്ത് വേണം? പ്രോപ്പർ മാനേജ്മെന്റ് പിന്നിലുണ്ടാവണം, അല്ലെ? എന്തൊക്കെ കാര്യങ്ങൾ വേണം, അതെങ്ങനെ ചെയ്യണം, എപ്പോ ചെയ്യണം, എവിടെ ചെയ്യണം എന്നുള്ളതൊക്കെ അവർ തീരുമാനിക്കും. സോ ദാറ്റ്സ് വൈ മാനേജ്മെന്റ് ഈസ് known as a goal-oriented process. Clear? Then second one, management is all-pervasive. Management is all-pervasive. It's pervasive nature. നിങ്ങൾ എവിടെയും എടുത്തു നോക്കിക്കോ, ഏതൊരു ഫീൽഡ് എടുത്തു നോക്കിക്കോ, നോട്ട് ഓൺലി ഇൻ ദ കേസ് ഓഫ് ബിസിനസ്. ബിസിനസ്സിൽ മാത്രമല്ല, അല്ലെ? എവിടെയും നമുക്ക് മാനേജ്മെന്റ് എന്ന് പറയുന്ന ആ കോൺസെപ്റ്റ് അപ്ലൈ ചെയ്യാം, ഉപയോഗിക്കാം. ഇല്ലേ? നമ്മുടെ ടൈം മാനേജ്മെന്റ്, ഇപ്പൊ നിങ്ങൾ അസിസ്റ്റന്റ് ഡയറക്ടർ എക്സാമിന് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും, അല്ലെ? എല്ലാവരും നല്ല പ്രിപ്പറേഷൻസിലായിരിക്കും. നിങ്ങൾ ടൈം മാനേജ്മെന്റ്, അല്ലെ, ചെയ്യുന്നുണ്ടാവുമല്ലോ. ഒരുവിധം എല്ലാവരും ടൈം മാനേജ്മെന്റ് എന്തിനാണ്? അത് നിങ്ങൾക്കൊരു ഗോൾ ഉണ്ട്. ആ ഗോളിൽ എത്തിച്ചേരാൻ വേണ്ടിയിട്ട് നിങ്ങൾ പല കാര്യങ്ങളും, അല്ലെ, ഈ പഠനത്തിന്റെ ഓരോ കാര്യങ്ങളും നിങ്ങൾ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്ത് പോകുന്നവരുണ്ടാകും. അതിന്റെ ഭാഗമായിട്ട് ഇപ്പൊ നിങ്ങൾ ടൈം, അപ്പൊ അവിടെ നമുക്ക് മാനേജ്മെന്റ് അപ്ലൈ ചെയ്യാം. അപ്പൊ എവിടെ വേണമെങ്കിലും നമുക്ക് മാനേജ്മെന്റ് എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റിന്, അത് ബിസിനസ്സിൽ മാത്രമൊന്നുമല്ല, എവിടെയും നമുക്ക് മാനേജ്മെന്റ് എന്ന് പറയുന്നത് അപ്ലൈ ചെയ്യാം. ദാറ്റ്സ് നോൺ ആസ് പെർവസീവ്. കണ്ടോ? The activities involved in managing an enterprise are common to all organizations, whether economic, social or political. അതാ പറയുന്നത്, എവിടെയും ഇക്കണോമിക് ഓർഗനൈസേഷൻസിൽ മാത്രമല്ല, സോഷ്യൽ ആയിട്ടുള്ളതായാലും പൊളിറ്റിക്കൽ ആയതായാലും, ഇവിടെയൊക്കെ ഓരോരുത്തരുടെയും ഒബ്ജക്റ്റീവ്സ് ഡിഫറെന്റ് ആണ്. ബട്ട് മാനേജ്മെന്റ് ഈസ് എസെൻഷ്യൽ. ഓക്കെ, ദെൻ നെക്സ്റ്റ്, മാനേജ്മെന്റ് ഈസ് മൾട്ടി ഡൈമെൻഷണൽ. ക്ലിയർ? എന്താ മാനേജ്മെന്റ് എന്ന് പറയുന്നത്? ഒരു കോംപ്ലക്സ് ആക്ടിവിറ്റി ആണ്, മൾട്ടി ഡൈമെൻഷണൽ ആണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം? നോക്കിക്കേ, മാനേജ്മെന്റ് ഓഫ് വർക്ക്, അല്ലെ? നമുക്ക് ഒരു കാര്യം മാത്രം ചെയ്താൽ പോരാ. ഇപ്പൊ നമ്മളൊരു ബിസിനസ് ആരംഭിക്കുന്നു, ആ ബിസിനസ്സിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ വേണം, ഇല്ലേ? നമുക്ക് ആ ബിസിനസ്സിന് വേണ്ടിയിട്ട് ചിലപ്പോൾ ലാൻഡ് വേണ്ടി വരും, ബിൽഡിംഗ് വാങ്ങിക്കേണ്ടി വരും, ഹ്യൂമൻ റിസോഴ്സസിനെ അക്വയർ ചെയ്യേണ്ടി വരും, അല്ലെ? ജോലിക്കാരെ, ലേബേഴ്സിന് വേണ്ടേ, ഫണ്ട് വേണ്ടേ, റിസോഴ്സസ് വേണ്ടേ, മെറ്റീരിയൽസ് വേണ്ടി വരും, റോ മെറ്റീരിയൽസ് ആയിട്ടുള്ള ഇതൊക്കെ അക്വയർ ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട്, ബിസിനസ് എന്ന് പറയുമ്പോൾ, ബിസിനസ് മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ, മാനേജ്മെന്റ് ഓഫ് വർക്ക്, നമ്മൾ എന്താണോ അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന വർക്ക്, നമ്മൾ എന്താണോ ഉദ്ദേശിക്കുന്നത് അത് വർക്ക് മാനേജ് ചെയ്യേണ്ടി വരും. മാനേജ്മെന്റ് ഓഫ്
പീപ്പിൾ അല്ലെ, അവിടെയുള്ള ആളുകളെ ഹ്യൂമൻ റിസോഴ്സസിനെ മാനേജ് ചെയ്യേണ്ടതായിട്ട് വരും. Then the task of management is to make people work towards achieving the organizational goals. കണ്ടോ, ഈ ഹ്യൂമൻ റിസോഴ്സസ് ഓർഗനൈസേഷണൽ ഗോൾസ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ പ്രോപ്പർ ആയിട്ട് ഡെവലപ്പ് ചെയ്തെടുക്കേണ്ടത്. അപ്പൊ മാനേജ്മെന്റ് എന്ന് പറയുന്നത് മൾട്ടി ഡയമെൻഷണൽ ആണ്, ഒരു കാര്യത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല മാനേജ്മെന്റ്. ക്ലിയർ? സോ ഇതാണ് അടുത്ത ക്യാരക്ടറിസ്റ്റിക്സ്. Then now move to the next one, fourth one, management of operations. അടുത്തത് എന്താണ്? മാനേജ്മെന്റിന്റെ അടുത്തൊരു ഫീച്ചർ പറയുന്നത് എന്താണ്? ഇറ്റ് റിക്വയേഴ്സ് എ പ്രൊഡക്ഷൻ പ്രോസസ് വിച്ച് എൻറ്റൈൽസ് ദ ഫ്ലോ ഓഫ് ഇൻപുട്ട് മെറ്റീരിയൽ ആൻഡ് ടെക്നോളജി ഫോർ ട്രാൻസ്ഫോമിംഗ് ദിസ് ഇൻപുട്ട് ഇൻ ടു ദി ഡിസയേർഡ് ഔട്ട്പുട്ട് ഫോർ കൺസംഷൻ. ക്ലിയർ? ഇനി എന്താണ് മാനേജ്മെന്റ് ഓഫ് ഓപ്പറേഷൻസ്? ഫോർ എക്സാമ്പിൾ, നിങ്ങളൊരു മാനുഫാക്ചറിങ് അല്ലെ ഒരു പ്രൊഡക്ഷൻ യൂണിറ്റ് ആണ് നടത്തുന്നതെങ്കിൽ നമ്മുടെ ലക്ഷ്യം എന്താണ്? നമ്മൾ ഉദ്ദേശിച്ച പ്രോഡക്റ്റ് ഔട്ട്പുട്ട് ഉദ്ദേശിച്ച സമയത്ത് നമുക്ക് ലഭിക്കണം. അതാണല്ലോ അതിന്റെ ഏറ്റവും വലിയൊരു സക്സസ്. അപ്പൊ അവിടെ എന്ത് വേണം? മാനേജ്മെന്റ് വേണം. എന്താ മാനേജ്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? കണ്ടോ, അവിടെ മാനേജ്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? ഫ്ലോ ഓഫ് ഇൻപുട്ട് മെറ്റീരിയൽ ആൻഡ് ടെക്നോളജി ഫോർ ട്രാൻസ്ഫോമിംഗ് ദിസ് ഇൻപുട്ട് ഇൻ ടു ദി ഡിസയേർഡ് ഔട്ട്പുട്ട് ഫോർ കൺസംഷൻ. അപ്പൊ നമുക്ക് ഇൻപുട്ട് കിട്ടിയാൽ മാത്രം പോരാ, കറക്റ്റ് സമയത്ത് റോ മെറ്റീരിയൽസ് അല്ലെങ്കിൽ ഇൻപുട്ട് ഉണ്ടായിരിക്കണം അല്ലെ, മെറ്റീരിയൽസ്, ലേബേഴ്സ്, മെഷീനറീസ് ഒക്കെ വേണം. അത് പ്രോപ്പർ ആയിട്ട് നല്ല ടെക്നോളജി ഉപയോഗിച്ച് ഔട്ട്പുട്ട് ആക്കി മാറ്റണം. അത് കൺസംഷൻ നല്ല ക്വാളിറ്റി പ്രോഡക്റ്റ് ആയിട്ട് മാറണം. സോ മാനേജ്മെന്റ് ഈസ് റിക്വയർഡ് ഇൻ ഓപ്പറേഷൻസ്. ക്ലിയർ? Then next one is very important characteristics of management. It is a continuous process. Why it is known as continuous process? എന്തുകൊണ്ടാണ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂസ് പ്രോസസ് ആണെന്ന് പറയാൻ കാരണം? അതിനൊരു എൻഡില്ല, അവസാനമില്ല. നിങ്ങളിപ്പോ ഒരു കാര്യം അച്ചീവ് ചെയ്തു, അതോടുകൂടിയിട്ട് നമ്മളിപ്പോ ഒരു ബിസിനസ് നടത്തുന്നു. നമ്മുടെ ലക്ഷ്യം എന്താണ്? നല്ല ക്വാളിറ്റി പ്രോഡക്റ്റ് അല്ലെങ്കിൽ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ആണ്. കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ, നമ്മൾ കൊടുക്കുന്ന പ്രോഡക്റ്റ് സർവീസിലൂടെ കസ്റ്റമർ സാറ്റിസ്ഫൈഡ് ആണ്. ദാറ്റ്സ് അവർ ഒബ്ജക്റ്റീവ്. അത് നമ്മൾ അച്ചീവ് ചെയ്തു, അതോടുകൂടി നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും കഴിഞ്ഞോ? വീണ്ടും നമ്മൾ അടുത്തതിലേക്ക് കിടക്കണം അല്ലെ. അടുത്തത് എന്താണ്? ഇനി അടുത്തത് എന്താണ് നമുക്ക് കൊടുക്കേണ്ടത്? അതിലൂടെ എങ്ങനെ കസ്റ്റമറെ സാറ്റിസ്ഫൈ ചെയ്യാം? സോ അവിടെയൊക്കെ എന്ത് വേണം? മാനേജ്മെന്റ് വേണം. അതുകൊണ്ടാണ് പറയുന്നത് മാനേജ്മെന്റ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ്. ക്ലിയർ? കണ്ടോ, അതിൽ എന്തൊക്കെ കാര്യങ്ങൾ വരുന്നുണ്ട് ഇതൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. മാനേജ്മെന്റിന്റെ ഫങ്ഷൻസുകളാണ് ഇതൊക്കെ. എന്താണ് ഫസ്റ്റ് ഫങ്ഷൻ? പ്ലാനിങ്. ആദ്യം തന്നെ നമ്മൾ മാനേജ്മെന്റ് ചെയ്യേണ്ട ആദ്യത്തെ കാര്യം എന്താണ്? നമ്മൾ എന്ത് കാര്യം ചെയ്യാൻ പോകുന്നു അത് പ്രോപ്പർ ആയിട്ട് പ്ലാൻ ചെയ്യാം. ദെൻ സെക്കൻഡ് ഫംഗ്ഷൻ എന്താണ്? ഓർഗനൈസിങ്. അതിന് വേണ്ട കാര്യങ്ങളെല്ലാം ഓർഗനൈസ് ചെയ്യാം. ദെൻ എന്താണ്? തേർഡ് ഫംഗ്ഷൻ സ്റ്റാഫിങ്. ഫംഗ്ഷൻ എന്താണ്? സ്റ്റാഫിങ് അല്ലെ, ആവശ്യമായിട്ടുള്ള ഹ്യൂമൻ റിസോഴ്സസിനെ അവരുടെ ക്വാളിറ്റി, എബിലിറ്റി, സ്കിൽ അനുസരിച്ച് റിക്രൂട്ട് ചെയ്യുക, സെലക്ട് ചെയ്യുക. ദെൻ ഗിവ് ഡയറക്ഷൻസ് ടു ഈച്ച് ആൻഡ് എവറി എംപ്ലോയി അല്ലെ, ഓരോരുത്തർക്കും പ്രോപ്പർ ആയിട്ടുള്ള ഡയറക്ഷൻസ് കൊടുക്കുക. ദെൻ കൺട്രോൾ ചെയ്യുക. ഫിഫ്ത്ത് ഫംഗ്ഷൻ എന്താണ്? കൺട്രോളിങ് അല്ലെ. എന്താ കൺട്രോളിങ് എന്ന് പറഞ്ഞാൽ മാനേജ്മെന്റ് ചെയ്യേണ്ട ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ ആണ്. നമ്മൾ പ്ലാൻ ചെയ്ത് ഓർഗനൈസ് ചെയ്തു അത് ഇംപ്ലിമെന്റ് ചെയ്താൽ മാത്രം പോരാ, ഇടയ്ക്കിടയ്ക്ക് നമ്മൾ നോക്കണം. അതാണ് കൺട്രോളിങ് എന്ന് പറയുന്നത്. നമ്മൾ പ്ലാൻ ചെയ്ത പോലെ, നമ്മൾ ഫിക്സ് ചെയ്ത ഒരു സ്റ്റാൻഡേർഡ് പോലെ ആക്ച്വൽ പെർഫോമൻസ് എത്തുന്നുണ്ടോ? സോ ദാറ്റ്സ് വൈ മാനേജ്മെന്റ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ്. ക്ലിയർ? അപ്പൊ അതുകൊണ്ട് മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ കഴിയുന്നില്ല, എപ്പോഴും ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. Then sixth characteristic, management is a group activity. അല്ലെ, എന്തുകൊണ്ടാണ്? എന്താണ് ഗ്രൂപ്പ് ആക്ടിവിറ്റി എന്ന് പറയുന്നത്? നമ്മൾ എവിടെയും എടുത്തു നോക്കിയോളൂ, അവിടെ പ്രോപ്പർ മാനേജ്മെന്റ് ഉണ്ടെങ്കിൽ there should be a group efforts അല്ലെ, അവിടെ ഒരു ഗ്രൂപ്പ് എഫേർട്ട് ഉണ്ടായിരിക്കും. നല്ലൊരു മാനേജ്മെന്റ് ആണ് എന്നുണ്ടെങ്കിൽ, ഒരു ഇൻഡിവിജ്വൽസ് എന്ന് പറയുമ്പോൾ ഒറ്റയ്ക്ക് ഒരു വ്യക്തിനെ നമുക്ക് എന്താണ് നല്ലൊരു പ്രോപ്പർ മാനേജ്മെന്റ് ആയിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല അല്ലെ. ഇപ്പൊ നമുക്കൊരു ബിസിനസ് ഉണ്ട്, ഞാൻ ഒരു സോൾ ട്രേഡർ ആണ്, ഞാൻ ഒറ്റയ്ക്ക് ഒരു ബിസിനസ് ആരംഭിച്ച ഒരു വ്യക്തിയാണെങ്കിൽ കൂടിയും നമുക്ക് ആരുടെയൊക്കെ സഹായം വേണം? എംപ്ലോയീസ് വേണം അല്ലെ. ചില കാര്യങ്ങൾക്ക് നമുക്ക് മറ്റുള്ളവരുടെ ഡിസിഷൻസുകളൊക്കെ ആവശ്യമായിട്ട് വരും. സോ ദാറ്റ്സ് വൈ മാനേജ്മെന്റ് ഇസ് എ ഗ്രൂപ്പ് ആക്ടിവിറ്റി. Then management, next one is a dynamic function അല്ലെ, നോട്ട് സ്റ്റാറ്റിക്. എന്താ ഡൈനാമിക് എന്ന് പറയുന്നത്? നമുക്കറിയാം, ഇപ്പൊ നമ്മൾ മാനേജ്മെന്റ് അല്ലെ, നമുക്ക് ഇപ്പൊ ഒരു തീരുമാനം എടുത്തു,
തീരുമാനങ്ങൾ എടുത്തത് ഒരിക്കലും മാറ്റാൻ പറ്റാത്തതാണ് ആയിരിക്കും? ഒരിക്കലും അല്ല, അല്ലെ? എന്തുകൊണ്ടാണ്? മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഒരു ഡൈനാമിക് ഫംഗ്ഷൻ ആണ്. എപ്പോഴും എൻവയോൺമെന്റിൽ വരുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് അവർക്ക് എന്ത് ചെയ്യാൻ സാധിക്കണം? ചേഞ്ചസുകളെ അഡാപ്റ്റ് ചെയ്യാൻ പറ്റണം. എന്നാലാണ് അത് എന്താവുള്ളൂ? ഒരു സക്സസ്ഫുൾ മാനേജ്മെന്റ് ആവുള്ളൂ, അല്ലെ? അത് കൂടുതൽ നമുക്ക് നോക്കാം. ഇപ്പൊ ഒരു ബിസിനസ് ആണെങ്കിൽ ബിസിനസ് മാനേജ്മെന്റ് അവരെന്ത് ചെയ്യുന്നു? പ്ലാൻ ചെയ്യുന്നു, കാര്യങ്ങൾ നടപ്പിലാക്കുന്നു. ഇനി കുറച്ച് കഴിയുമ്പോൾ മാറ്റങ്ങൾ വരും, അല്ലെ? ടെക്നോളജികൾ മാറ്റം വരും, കസ്റ്റമേഴ്സിന്റെ ടേസ്റ്റ് പ്രിഫറൻസ് മാറ്റം വരും. അതനുസരിച്ച് അവരുടെ എന്ത് മാറ്റങ്ങൾ വരുത്തണം? അവർ ചെയ്യുന്ന കാര്യങ്ങളിലും മാറ്റങ്ങൾ കൊണ്ടുവരണം. എൻവയോൺമെന്റില്, പരിസ്ഥിതി ചുറ്റും എന്തൊക്കെ മാറ്റങ്ങൾ വരുന്നോ ദേ ക്യാൻ അഡാപ്റ്റ് ദീസ് ചേഞ്ചസ്. ക്ലിയർ? അതാണ് എന്തെന്ന് പറയുന്നത്? ഡൈനാമിക് എന്ന് പറയുന്നത്. ദെൻ മാനേജ്മെന്റ് ഈസ് ആൻ ഇൻടാഞ്ചിബിൾ ഫോഴ്സ്, അല്ലെ? നമുക്കറിയാൻ പറ്റില്ല ആരൊക്കെയാണ് അവിടെ, ആരുടെയൊക്കെ എഫിഷ്യൻസി ആണ്. ഇറ്റ്സ് നോട്ട് ടാഞ്ചിബിൾ വൺ. ഇൻടാഞ്ചിബിൾ മീൻസ് വി കനോട്ട് സീ, അല്ലെ? നമുക്കത് കാണാൻ പറ്റില്ല. മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഒരു കുറെ പേരുടെ ഗ്രൂപ്പ് ആക്ടിവിറ്റി ആണ്. ഇറ്റ് ഈസ് ആൻ ഇൻടാഞ്ചിബിൾ ഫോഴ്സ് that cannot be seen, but its presence can be felt in the way of the organization function. അല്ലെ? നമ്മൾ ചില സ്ഥാപനങ്ങളിൽ, ചില സ്കൂളുകളിൽ, ചില ഹോസ്പിറ്റൽസിൽ, അല്ലെങ്കിൽ നമ്മൾ എവിടെ ചില സ്ഥലങ്ങളിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് തോന്നാറുണ്ട് നല്ല എഫിഷ്യന്റ് ആണ് അവിടുത്തെ കാര്യങ്ങളൊക്കെ. ബിക്കോസ് ഓഫ് എന്താണ് അതിന്റെ കാരണം? എന്തുകൊണ്ടാണ്? അവിടെ ഒരു പ്രോപ്പർ മാനേജ്മെന്റ് ഉണ്ട്. അങ്ങനെ നമുക്ക് ഫീൽ ചെയ്യാറില്ലേ? പല സ്ഥലങ്ങളിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ, പല എല്ലായിടത്തും അല്ല, ചില സ്ഥാപനങ്ങളിൽ ചെന്ന് കഴിഞ്ഞാൽ അവരുടെ ഒരു വേ ഓഫ്, അതായത് ഇപ്പോ ഒരു അവർ ചെയ്തു തരുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ സർവീസസുകളൊക്കെ നമുക്ക് നല്ല എഫിഷ്യന്റ് ആയിട്ട് തോന്നാറുണ്ടെങ്കിൽ അതിന്റെ കാരണം എന്തുകൊണ്ടാണ്? അവിടെ നല്ലൊരു മാനേജ്മെന്റ് ഉണ്ട്. അപ്പൊ മാനേജ്മെന്റ് നല്ലൊരു ഇതുണ്ടെങ്കിലാണ് അവിടെ ഓരോ കാര്യങ്ങളും കോർഡിനേറ്റ് ചെയ്ത് ഇന്റഗ്രേറ്റ് ചെയ്ത് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. സോ ദീസ് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മാനേജ്മെന്റ്. ക്ലിയർ? ഒരു ചെറിയൊരു ഐഡിയ കിട്ടിയില്ല എന്താണ് മാനേജ്മെന്റ് എന്നുള്ളതും മാനേജ്മെന്റിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താന്നുള്ളത്. ജസ്റ്റ് ഒന്ന് പോയിന്റ്സുകൾ നോട്ട് ചെയ്ത് പോവാം. ഓക്കെ, ഇതൊക്കെ ചോദിക്കാവുന്നതാണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ ഇവിടെയും വരെ? ഓക്കെ, ദെൻ നമുക്ക് അടുത്ത ടോപ്പിക്കിലോട്ട് കിടക്കാം. ഇമ്പോർട്ടൻസ് ഓഫ് മാനേജ്മെന്റ്. അപ്പോ നമ്മൾ പറഞ്ഞു എന്താണ് മാനേജ്മെന്റ്, എന്താണ് അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്, അതിന്റെ ഇമ്പോർട്ടൻസ്. നമുക്ക് ഇതൊക്കെ സ്പീഡായിട്ട് പോവാം, കാരണം ഒരു ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വേഗം പ്രാധാന്യമുണ്ടോ മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിന്? നമ്മൾ എവിടെയും എടുത്തോളും അവിടെയൊക്കെ വളരെയധികം പ്രാധാന്യമുണ്ട്. എന്തുകൊണ്ടായിരിക്കും? നമുക്കിപ്പോ ഇവിടെ കുറച്ച് ബിസിനസ് പോയിന്റ് ഓഫ് വ്യൂല് ചിന്തിക്കാം. കണ്ടോ, ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ്. എന്താണ് റിസോഴ്സസ് എന്ന് പറയുന്നത്? എന്താണ് റിസോഴ്സസ്? നമുക്കൊരു ഇന്ററാക്റ്റീവ് ക്ലാസ് ആണ് എപ്പോഴും നല്ലത്. അപ്പൊ ക്ലാസ് ശ്രദ്ധിക്കുന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് റിപ്ലൈ. ഓക്കെ, അപ്പൊ നമുക്കറിയാം നിങ്ങൾ അവിടെ ഉണ്ട്, ക്ലാസ് ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ളത്, നിങ്ങൾക്ക് ഡൗട്ടുകളൊന്നും ഇല്ല എന്നുള്ളത് വിചാരിക്കണം. അപ്പൊ ഫസ്റ്റ് ഇമ്പോർട്ടൻസ് പറയുന്നത് മാനേജ്മെന്റ് ഹെൽപ്സ്. എന്താണ് ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ്? എന്താണ് റിസോഴ്സസ്? എനി ഐഡിയ? റിസോഴ്സസ് മീൻസ് ഫിനാൻഷ്യൽ റിസോഴ്സസ്, ഹ്യൂമൻ റിസോഴ്സസ്. കേട്ടിട്ടുണ്ടാവും നിങ്ങൾ അല്ലെ? മെൻ, മെറ്റീരിയൽ, മണി, ഇതൊക്കെ റിസോഴ്സസ് ആണ്. എന്താണ് ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാം. ഓക്കെ, നല്ല രീതിയിൽ ഒപ്റ്റിമം ഇഫക്റ്റീവായിട്ട്, അല്ലാതെ എക്സ്പ്ലോയിറ്റ് ചെയ്യല്ല. നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യണമെങ്കിൽ അവിടെ പ്രോപ്പർ മാനേജ്മെന്റ് ആവശ്യമാണ്. അപ്പൊ ഏതൊരു ഓർഗനൈസേഷൻ ആണെങ്കിലും, ഏതൊരു ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ ആണെങ്കിലും അവിടെ പ്രോപ്പർ മാനേജ്മെന്റ് ഉണ്ടെങ്കിൽ എന്താണ് റിസോഴ്സസ് ഇഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യും. എന്താ ഇഫക്റ്റീവ് ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്താണ്? ഇപ്പൊ ഫണ്ട് അല്ലെ, നമുക്ക് പൈസ വേണം ഒരു കാര്യം ചെയ്യാനായിട്ട്, ക്യാഷ് വേണം. ഈ ക്യാഷ് നമുക്ക് എങ്ങനെയാണ് പ്രോപ്പർ യൂട്ടിലൈസേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് എന്തായിരിക്കും? അതിന്റെ ബെസ്റ്റ് പോസിബിൾ മാനർ, അതായത് മാക്സിമം വേസ്റ്റേജ് റെഡ്യൂസ് ചെയ്യുക. ഇപ്പൊ നമ്മളൊരു ജോലിക്ക് നമുക്ക് എംപ്ലോയീസിനെ വേണം, ജോലിക്ക് എടുത്തു, നമുക്ക് 5 പേരെ ജോലിക്ക് വേണ്ടു, നമ്മൾ 10 പേരെ നിയമിച്ചു.
നമ്മുടെ ജോലികൾ ചെയ്യാൻ 5 ജോലിക്കാരെ നമുക്ക് ആവശ്യമുള്ളൂ. നമ്മൾ 10 പേരെ വെച്ചു. എന്ത് സംഭവിക്കും? എന്ത് സംഭവിക്കാം? നമുക്ക് തീർച്ചയായിട്ടും അറിയാം അവിടെ ഒരു ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ് അല്ല. കാരണം എന്തുകൊണ്ടാണ്? 5 പേരുടെ 10 പേർ എന്താ പറയുന്നത്? എന്താ ചെയ്യുന്നത്? 5 പേരുടെ ജോലി ചെയ്യുന്നത് 10 പേരാണ്. അപ്പൊ അതിന്റെ ആവശ്യമില്ല. അപ്പൊ അവിടെ എന്താണ്? അവരുടെ പ്രോപ്പർ എഫിഷ്യൻസി യൂട്ടിലൈസ് ചെയ്യുന്നില്ല. 2 എന്താണ്? 5 പേർക്ക് ശമ്പളം കൊടുക്കേണ്ടിടത്ത്, ആനുകൂല്യങ്ങൾ കൊടുക്കേണ്ടിടത്ത് 10 പേർക്ക് കൊടുക്കുന്നുണ്ട് ഇല്ലേ? അപ്പൊ നമുക്ക് ഫണ്ട് വെറുതെ നമ്മൾ എന്താക്കാണ്? വേസ്റ്റ് ആക്കാണ്. ദെൻ ഓൾസോ മെറ്റീരിയൽസ്, മിഷനറീസ് ഒക്കെ തന്നെ, അതായത് മാക്സിമം ഇഫക്റ്റീവ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യാം. ക്ലിയർ? അതാണ് ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. യൂട്ടിലൈസ് ദ റിസോഴ്സസ് ഇൻ ബെസ്റ്റ് പോസിബിൾ മാനർ ബൈ റെഡ്യൂസിംഗ് ദ വേസ്റ്റേജ്, എൻഷുറിംഗ് മാക്സിമം പോസിബിൾ പ്രോഫിറ്റബിലിറ്റി. സെക്കൻഡ് ഇമ്പോർട്ടൻസ്, മാനേജ്മെന്റ് കൊണ്ടുള്ള അടുത്ത ഇമ്പോർട്ടൻസ് എന്താണ്? കോർഡിയൽ ഇൻഡസ്ട്രിയൽ റിലേഷൻ. എന്താണ് കോർഡിയൽ? പ്രോപ്പർ മാനേജ്മെന്റ് ഉണ്ടെങ്കിൽ, നമ്മൾ പറഞ്ഞു മാനേജ്മെന്റിന്റെ ഫങ്ഷൻസ് പ്ലാൻ ചെയ്യുക. എന്താ പ്ലാനിങ് ചെയ്യാന്ന് പറഞ്ഞാൽ? പ്ലാനിങ് നമ്മൾ മുൻകൂട്ടി, അല്ലെ? ഇപ്പൊ നമ്മളൊരു ട്രിപ്പ് പോകുന്നു ഇല്ലേ? നമ്മളിപ്പോ എവിടെയെങ്കിലും ഒരു ട്രിപ്പ് പോകുന്നു, നമ്മൾ ഒന്ന് പ്ലാൻ ചെയ്യില്ലേ? പ്ലാൻ ചെയ്യാതെയും ട്രിപ്പ് പോകാനൊക്കെ പറ്റും. പക്ഷെ എന്ത് സംഭവിക്കും? എന്താ ആക്ച്വലി സംഭവിക്കും? വിത്തൗട്ട് പ്ലാനിങ്, വിത്തൗട്ട് പ്രോപ്പർ ഓർഗനൈസിങ് എന്ത് സംഭവിക്കും? നമ്മൾ എവിടേക്കോ ടൂർ പോയി അല്ലെ, ഏതെങ്കിലും ഒരു സ്ഥലം കണ്ടുവരും, ആ സ്ഥലത്ത് എന്തുണ്ട്, എങ്ങനെയാണ്, ഇതൊന്നും നമുക്കറിയില്ല. കാരണം വിത്തൗട്ട് പ്ലാനിങ് ആണ്, നമ്മൾ പ്രോപ്പർ പ്ലാൻ ചെയ്തിട്ടില്ല. അപ്പൊ നമുക്ക് അവിടെ എന്തൊക്കെ പ്ലേസുകൾ വിസിറ്റ് ചെയ്യണം, അവിടെ എവിടെ താമസിക്കണം, അവിടേക്ക് എങ്ങനെ പോകണം, നമുക്ക് എത്ര ബഡ്ജറ്റ് വരും, ഇതൊന്നും പ്ലാനിങ് ഇല്ല. അപ്പൊ ഇതൊക്കെ സംഭവിക്കും, നടത്താൻ പറ്റും, ബട്ട് അത് ഇഫക്റ്റീവ് ആയിരിക്കില്ല. നമ്മൾ ആ ഒരു ട്രിപ്പ് ഇഫക്റ്റീവ് ആവില്ല. അതേപോലെ തന്നെയാണ് മാനേജ്മെന്റ്. ഫ്യൂച്ചറിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, അല്ലെ? ആര് ചെയ്യണം, എങ്ങനെ ചെയ്യണം, എപ്പോ ചെയ്യണം, അത് പ്ലാൻ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? എന്താണ് ഉണ്ടാവുന്നത്? ഇപ്പൊ ഫോർ എക്സാമ്പിൾ, അല്ലെ, എന്താണ് ഇവിടെ പറയുന്നത്? കോർഡിയൽ ഇൻഡസ്ട്രിയൽ റിലേഷൻ. ഇപ്പൊ നിങ്ങളൊരു സ്ഥാപനത്തിൽ നിങ്ങൾ പഠിച്ചൊരു ജോബ്, നിങ്ങളൊരു പഠിച്ച ഒരു ക്വാളിഫിക്കേഷൻ, ആ ഒരു ജോലിയല്ല നിങ്ങൾ ചെയ്യുന്നത്, നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഒരു ജോലിയാണ്. അല്ലെങ്കിൽ നിങ്ങൾ ഇന്റർവ്യൂ ചെയ്തിട്ട് നിങ്ങളോട് പറഞ്ഞത് ഇന്ന ഒരു ജോലിക്കാണ്, ബട്ട് എന്ന് പറഞ്ഞിട്ട് ഇന്റർവ്യൂ ചെയ്തു, ബട്ട് നിങ്ങൾ ചെയ്യുന്ന ജോലി വേറെ എന്തോ ആണ്. നമ്മൾ സാറ്റിസ്ഫൈഡ് ആയിരിക്കും? ഒരിക്കലും അല്ല, അല്ലെ? നമുക്ക് സാലറി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ വർക്ക് ചെയ്യും എന്നുണ്ടെങ്കിലും വി ആർ നോട്ട് സാറ്റിസ്ഫൈഡ്. ബിക്കോസ് എന്തുകൊണ്ടാണ് നമ്മൾ സാറ്റിസ്ഫൈഡ് അല്ലാത്തത്? കാരണം നമ്മൾ പഠിച്ച ജോലിയല്ല ചെയ്യുന്നത്. അപ്പൊ നമുക്ക് അതുകൊണ്ട് സാറ്റിസ്ഫാക്ഷൻ കിട്ടില്ല. അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ച ജോലിയാണ് ചെയ്യുന്നത്, നിങ്ങൾക്ക് പറയുന്നത് സാലറി തരുന്നില്ല, അല്ലെങ്കിൽ വർക്കിംഗ് കണ്ടീഷൻ തരുന്നില്ല, നമ്മൾ സാറ്റിസ്ഫൈഡ് ആവോ? ഇല്ല. അപ്പൊ ഓരോ കാര്യങ്ങളും, അത് വർക്കേഴ്സ് ആണെങ്കിലും വർക്കേഴ്സിന്റെ സാറ്റിസ്ഫാക്ഷൻ അത് ഓർഗനൈസേഷന്റെ പ്രവർത്തനങ്ങളെ ബാധിക്കും ഇല്ലേ? അതാണ് അവിടെ പറയുന്നത്. പ്രോപ്പർ പ്ലാനിങ്, മാനേജ്മെന്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് വ്യക്തമായിട്ട് അല്ലെങ്കിൽ അവർ നടപ്പിലാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അവിടെ എന്തുണ്ടാവില്ല? നല്ലൊരു കോർഡിയൽ റിലേഷൻ ഉണ്ടാവില്ല. നല്ലൊരു റിലേഷൻഷിപ്പ് ഇല്ല എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? അത് നമ്മുടെ പ്രവർത്തനങ്ങളെ ബാധിക്കും, നമ്മൾ ഉദ്ദേശിച്ച ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കില്ല. Then third one, management helps to adapt the changed environment. എന്താണ് എൻവയോൺമെന്റ് ചേഞ്ച് എന്ന് പറയുന്നത്? എന്തായിരിക്കും? നമുക്കറിയാം, അല്ലെ? ഇപ്പൊ ഒരു പുതിയൊരു ടെക്നോളജി വന്നു, നമ്മളിപ്പോ ഒരു ഇപ്പൊ നമുക്ക് ഫോർ എക്സാമ്പിൾ നമ്മൾ പറയാണ്, പണ്ട് കാലഘട്ടങ്ങളിൽ നമുക്കറിയാലോ ഓഫീസുകളിലൊക്കെ ടൈപ്പ് റൈറ്റേഴ്സ് ആണ് യൂസ് ചെയ്തിരുന്നത്, അല്ലെ? ഇപ്പൊ എവിടെയെങ്കിലും ടൈപ്പ് റൈറ്റേഴ്സ് യൂസ് ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടോ? കാണാനായിട്ട് സാധ്യത കുറവാണ്. കാരണം എന്തുകൊണ്ടാണ്? നമുക്കറിയാം കമ്പ്യൂട്ടർ എന്ന് പറയുന്ന ആ ഒരു ടെക്നോളജി അപ്ഗ്രഡേഷൻ വന്നു. അപ്പൊ ഞാൻ ഇപ്പോഴും വിചാരിക്കുകയാണ്, ഞാൻ ഈ കമ്പ്യൂട്ടറിലൊന്നും മാറ്റം വരുത്തില്ല, എൻ്റെ ഇപ്പോഴും ഞാൻ ആ ഒരു ട്രഡീഷണൽ മെത്തേഡിലേ പോവുള്ളൂ എന്ന് വിചാരിച്ചാൽ എന്ത് സംഭവിക്കും? എന്താണ് സംഭവിക്കുക? നമ്മുടെ പ്രോഡക്റ്റിന് അല്ലെങ്കിൽ നമ്മുടെ സർവീസസിന് ഡിമാൻഡ് ഉണ്ടാവില്ല. നമ്മൾ എന്താവും? ഔട്ട്ഡേറ്റഡ് ആവും, അല്ലെ? നമ്മുടെ പ്രോഡക്റ്റ് മാർക്കറ്റിൽ നിന്ന് പോകും. കാരണം എന്തുകൊണ്ടാ? നമ്മൾ ഉദ്ദേശിക്കുന്ന സമയത്ത് ഉദ്ദേശിക്കുന്ന ടൈമിൽ നമുക്ക് കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ പറ്റില്ല. അപ്പൊ അതാ പറയുന്നത്, പ്രോപ്പർ മാനേജ്മെന്റ് ക്യാൻ അഡാപ്റ്റ് ദ ചേഞ്ചസ്. എൻവയോൺമെന്റിൽ വരുന്ന എന്ത് മാറ്റങ്ങളും നമുക്ക് നല്ലൊരു മാനേജ്മെന്റ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? മാറ്റങ്ങൾ ഇവിടെ കൊണ്ടുവരാനായിട്ട് സാധിക്കും. ആണല്ലോ. ഇപ്പൊ നമ്മൾ നോക്കിക്കോ, ഏതൊരു സ്ഥാപനം നോക്കിയാലും കമ്പ്യൂട്ടർ ആയിരിക്കും, അല്ലെ? പണ്ട് കമ്പ്യൂട്ടർ അറിയാത്ത ആളുകൾ പോലും അത് പഠിച്ചെടുത്ത് അത് ചെയ്യാനായിട്ട് തയ്യാറാവാണ്.
അതാണ് ബെറ്റർ മാനേജ്മെന്റിന്റെ ഒരു അഡ്വാൻറ്റേജ്. ക്ലിയർ? ദെൻ ഫോർത്ത് വൺ, ഡെവലപ്പ് ടീം സ്പിരിറ്റ്. അടുത്തത് മാനേജ്മെന്റിന്റെ ഇമ്പോർട്ടൻസ് എന്തുകൊണ്ടാണ്? ഇറ്റ് ഡെവലപ്പ് ടീം സ്പിരിറ്റ്. കാരണം എന്തുകൊണ്ടാ? മാനേജ്മെന്റ് ബ്രിങ്സ് അബൌട്ട് യൂണിറ്റി ഓഫ് ഡയറക്ഷൻ ഇൻ ദ ഓർഗനൈസേഷൻ. ഇറ്റ് ഗൈഡ്സ് ഓൾ ദ എഫേർട്സ് ടുവേർഡ്സ് ദ അച്ചീവ്മെന്റ് ഓഫ് എ കോമൺ ഒബ്ജക്റ്റീവ്. എന്താ യൂണിറ്റി ഓഫ് ഡയറക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, അതായത് ഒരു പ്രോപ്പർ മാനേജ്മെന്റ് ഉണ്ടെങ്കിൽ പ്രോപ്പർ ആയിട്ട് ഡയറക്ഷൻസ്, അല്ലെ? പിന്നെ സബോർഡിനേറ്റ്സിന് ഇപ്പൊ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം, എങ്ങനെ ചെയ്യണം എന്നുള്ള പ്രോപ്പർ ഗൈഡൻസ് ഒക്കെ കൊടുക്കാം. നമ്മൾ പറഞ്ഞില്ലേ ഫംഗ്ഷൻസിൽ ഡയറക്റ്റിംഗ്, അല്ലെ? സ്റ്റാഫിനെ റിക്രൂട്ട് ചെയ്താൽ മാത്രം പോരാ, സെലക്ട് ചെയ്താൽ മാത്രം പോരാ, അതാത് സമയത്ത് അവർക്ക് പ്രോപ്പർ ഡയറക്ഷൻസ് കൊടുക്കണം, എന്ത് ചെയ്യണം, എന്ത് ചെയ്യണ്ട, എങ്ങനെ ചെയ്യണം എന്നുള്ളതൊക്കെ. സോ ഇറ്റ് ഹെൽപ്സ് ടു ഡെവലപ്പ് ടീം സ്പിരിറ്റ്. ദെൻ നെക്സ്റ്റ് വൺ, ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ. എന്താണ് കമ്മ്യൂണിക്കേഷൻ? മാനേജ്മെന്റിന്റെ ഒരു ഭാഗമാണ് കമ്മ്യൂണിക്കേഷൻ. There are two types of communication, upward communication and downward communication. കമ്മ്യൂണിക്കേഷൻ ഇല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും സ്മൂത്ത് ആയിട്ട് നടക്കും ഒരു ഓർഗനൈസേഷനിൽ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിൽ? നമ്മൾ നോക്കിക്കോ, നമുക്കൊരു, അല്ലെ? എന്താണ് അപ്വേർഡ് കമ്മ്യൂണിക്കേഷൻ, ഡൗൺവേർഡ് കമ്മ്യൂണിക്കേഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല്, സുപ്പീരിയേഴ്സ് സബോർഡിനേറ്റ്സിനോട്, അല്ലെ, ടോപ്പ് ലെവലിലുള്ള ആളുകൾ അവർ എന്തൊക്കെയാണ് പ്ലാൻ ചെയ്തത് അത് നടപ്പിലാക്കണമെങ്കിൽ ആര് വേണം? മിഡിൽ ലെവലും ലോവർ ലെവലും ഒക്കെ വേണം, താഴെയുള്ള ആളുകൾ വേണം. അത് അവരോട് പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. കൂടാതെ ലോവർ ലെവലിലുള്ള ആളുകൾക്ക്, താഴെ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് സംശയങ്ങൾ ഉണ്ടാവും, അല്ലെ? അവർ വർക്ക് ചെയ്യുമ്പോൾ ഡൗട്ടുകൾ വരും, പ്രോബ്ലംസുകൾ ഉണ്ടാവും. ഇത് ആരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം? അപ്വേർഡ്, അല്ലെ? ടോപ്പ് അതോറിറ്റീസിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അല്ലാത്ത അവസ്ഥ ആലോചിച്ച് നോക്കിയാൽ, നമ്മളൊരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നു, അവർ പറയാണ് ഒരു കമ്മ്യൂണിക്കേഷനും ഇല്ല, നമ്മുടെ ഫംഗ്ഷൻ, നമ്മുടെ വർക്ക് എന്തെങ്കിലും മുന്നോട്ട് പോവോ? ഒരിക്കലും മുന്നോട്ട് പോകില്ല. അതാണ് പറയുന്നത് മാനേജ്മെന്റ് വിൽ ഹെൽപ്സ് ടു ഇംപ്രൂവ് ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ. ക്ലിയർ? അപ്പൊ ഇതാണ് എന്തെന്ന് പറയുന്നത് ഇമ്പോർട്ടൻസ് ഓഫ് മാനേജ്മെന്റ്. അപ്പൊ അതുകൊണ്ടാണ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റിന് വളരെയധികം പ്രാധാന്യം ഉള്ളത്. ഓക്കെ, ക്ലിയർ? ഓക്കെ, നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. എവല്യൂഷൻ ഓഫ് മാനേജ്മെന്റ് കോൺസെപ്റ്റ്സ് ആണ്. അതായത് പല രീതിയിലുള്ള, അതായത് നമുക്കറിയാം ഇവല്യൂഷൻ, മാനേജ്മെന്റ് എന്ന് പറയുന്ന ആ ഒരു തിയറി, അത് എങ്ങനെയൊക്കെയാണ് പലരിലൂടെ എങ്ങനെയൊക്കെയാണ് വന്നത് എന്നുള്ളതാണ് ഇനി പറയാൻ പോകുന്നത്. നമുക്കിവിടെ നോക്കാം. നിയോ ക്ലാസിക്കൽ തിയറി ഓഫ് മാനേജ്മെന്റ്. അതിൽ രണ്ട് കാര്യങ്ങളാണ് പറയുന്നത്. നിയോ ക്ലാസിക്കൽ തിയറി ഓഫ് മാനേജ്മെന്റിലെ ഫസ്റ്റ് വൺ പറയുന്നത് എന്താണ്? ഹ്യൂമൻ റിലേഷൻസ് മാനേജ്മെന്റ്. സെക്കൻഡ് വൺ ബിഹേവിയറൽ അപ്രോച്ച്. എന്താണ് നിയോ ക്ലാസിക്കൽ തിയറി ഓഫ് മാനേജ്മെന്റിലെ ഹ്യൂമൻ റിലേഷൻസ് മാനേജ്മെന്റ്? മറക്കരുത്, ഹ്യൂമൻ റിലേഷൻസ് മാനേജ്മെന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് എൽട്ടൺ മേയോ. എൽട്ടൺ മേയോസ് തിയറി ഓഫ് ക്ലാസിക്കൽ മാനേജ്മെന്റ് എന്നൊക്കെ പറയാം. ക്ലിയർ? ഇനി ഇതിൽ മെയിൻ ആയിട്ട് മേയോ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, എന്താണ് ആ പേരിൽ തന്നെയുണ്ട്. അതായത് അക്കോർഡിംഗ് ടു ഹിം, ഒരു ഓർഗനൈസേഷൻ ആണെന്നുണ്ടെങ്കിൽ അവിടെ എൽട്ടൺ മേയോയുടെ അഭിപ്രായ പ്രകാരം ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഒരു ബിസിനസ് സംരംഭം എങ്ങനെയായിരിക്കണം? ലെസ് റെസ്ട്രിക്റ്റീവ് സൂപ്പർവിഷൻ, അല്ലെ? ഭയങ്കര സ്ട്രിക്റ്റ് സൂപ്പർവിഷൻ ആവരുത്. ഗ്രാൻഡിങ് വർക്കേഴ്സ് ഓട്ടോണമി. അതാണ് ഇങ്ങനെയുള്ള ഒരു മാനേജ്മെന്റ് ആവണം എന്നാണ് ആര് പറയുന്നത്? ഹ്യൂമൻ റിലേഷൻസ് മാനേജ്മെന്റ് അപ്രോച്ചിലെ എൽട്ടൺ മേയോ പറയുന്നത്. വർക്കേഴ്സിന് കുറച്ച് ഓട്ടോണമി കൊടുക്കണം, അല്ലെ? ഓട്ടോണമി എന്ന് പറഞ്ഞാൽ അവർക്ക് കുറച്ചൊക്കെ അവരുടെ ഐഡിയകൾ ഷെയർ ചെയ്യാനും അവരുടെ അഭിപ്രായങ്ങൾക്ക് കുറച്ചൊക്കെ പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു മാനേജ്മെന്റ് ആയിരിക്കണം. ആൻഡ് enabling the formation of small group of workers were the real causes of the increase in productivity. കണ്ടോ? അപ്പൊ ഒരു വർക്കേഴ്സിന്റെ ഇടയിൽ ഗ്രൂപ്പുകൾ, അതായത് അവർക്ക് ഇന്ററാക്ട് ചെയ്യാനും അവർക്ക് അവരുടെ പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യാനും അവർക്ക് അവരുടെ ഐഡിയാസുകൾ ഷെയർ ചെയ്യാനൊക്കെ വേണ്ടിയിട്ട്. സോ ഇറ്റ് വിൽ ലീഡ് ടു പ്രൊഡക്ടിവിറ്റി, ഇൻക്രീസ് ദ പ്രൊഡക്ടിവിറ്റി. ദെൻ അടുത്ത കാര്യം എന്താണ് അതിൽ പറയുന്നത്? അതർ ഫാക്ടേഴ്സ് ഇൻക്ലൂഡഡ് ചേഞ്ചിങ് വർക്കിംഗ് അവേഴ്സ് ആൻഡ് ഇംപ്ലിമെന്റിംഗ് റെസ്റ്റ് ബ്രേക്സ്.
ഇതാണ് എൽട്ടൺ മെയോ പറയുന്നത്. അതാണ് ഹ്യൂമൻ റിലേഷൻ മാനേജ്മെന്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റില്. ഇതൊക്കെ ഇവല്യൂഷൻ ഓഫ് മാനേജ്മെന്റ് തോട്ട്സ് ആണ് പറയുന്നത്. അതിൽ പറയുന്നതാണ് ഈ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ, അപ്പൊ മറക്കരുത്, ഹ്യൂമൻ റിലേഷൻസ് മാനേജ്മെന്റ് മെയിൻലി ഇൻട്രൊഡ്യൂസ്ഡ് ബൈ എൽട്ടൺ മെയോ. അപ്പൊ അവിടെ പറയുന്ന കാര്യങ്ങളാണ് ഞാനിപ്പോ ഈ അണ്ടർലൈൻ ചെയ്യുന്നത്. ദെൻ അടുത്തത് പറയുന്നതാണ് ബിഹേവിയറൽ അപ്രോച്ച്. ബിഹേവിയറൽ അപ്രോച്ച് തിയറി മെയിൻ ആയിട്ട് പ്രൊപ്പോസ് ചെയ്തത് ആരാണ്? എബ്രഹാം മാസ്ലോ. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും എബ്രഹാം മാസ്ലോസ് പേര് പറയുന്നത് നീഡ് ഹൈറാർക്കി തിയറി എന്ന് പറയും. അതായത് മാസ്ലോവിന്റെ അഭിപ്രായപ്രകാരം അതാണ് ബിഹേവിയറൽ അപ്രോച്ച് എന്ന് പറയുന്നത്. അതായത് ഒരു ഓർഗനൈസേഷനിലെ മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ അതിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് എന്തൊക്കെയാണ്? ഹ്യൂമൻ ബീയിങ്സിന്റെ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യുക എന്നുള്ളതാണ്. നമുക്കറിയാം അല്ലെ, നമ്മൾ ഹ്യൂമൻ ബീയിങ്സ് ആണ്. നമുക്ക് ബേസിക് ആയിട്ട് അല്ലെ, ആസ് യൂഷ്വൽ നമുക്കൊരു നീഡ്, ആദ്യത്തെ എന്താണ്? ഫിസിയോളജിക്കൽ നീഡ്സ് ആണ്. ഫിസിയോളജിക്കൽ നീഡ്സ് എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് ബേസിക് ആയിട്ടുള്ള നീഡ്സ് എന്താണ്? ഫുഡ്, ഷെൽട്ടർ, ക്ലോത്ത്. അപ്പൊ അത് നമുക്ക് ഇല്ല, അതില്ലാത്തൊരവസ്ഥയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം ആഗ്രഹിക്കുന്നത് എന്താണ്? നമുക്കൊരു നല്ലൊരു ഭക്ഷണം കിട്ടാനില്ല, നല്ലൊരു വസ്ത്രമില്ല. അപ്പൊ നമുക്ക് ആഗ്രഹം എന്താണ്? നമുക്ക് നന്നായി ഒരു ഭക്ഷണം കിട്ടണം, അല്ലെങ്കിൽ ഒരു വസ്ത്രം വേണം, അല്ലെങ്കിൽ ഒന്ന് എന്താ പറയുക, ഒരു ഷെൽട്ടർ. ഇനി ആ ഒരു നീഡ് സാറ്റിസ്ഫൈ ചെയ്തു എന്ന് ഇരിക്കട്ടെ. ഓക്കെ, ഷുവർ ഗൂഗിൾ. ഞാൻ കാണിച്ചു തരാം. ക്വസ്റ്റ്യൻസുകളൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യും. ഓരോ സെക്ഷനിൽ നമ്മൾ ഇതിനെ ബേസ് ചെയ്തിട്ട് ഒരു 4-5 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യും. ആഫ്റ്റർ ഈച്ച് മോഡ്യൂൾ നമ്മൾ ഓവറോൾ ക്വസ്റ്റ്യൻസുകളൊക്കെ ഡിസ്കസ് ചെയ്തിട്ട് അടുത്തതിലേക്ക് പോകുള്ളൂ. മോക്ക് ടെസ്റ്റ് ഉണ്ടായിരിക്കും ഇതിനെ റിലേറ്റ് ചെയ്തിട്ട്. ബട്ട് നമുക്ക് ഇങ്ങനെ ക്ലാസ്സുകൾ ഓരോന്നും ഇതിൽ കവർ ചെയ്യുന്ന ടോപ്പിക്കുകളുണ്ട്. അതുകൊണ്ടാണ് 1 by 1 ഞാൻ ഇത് എടുക്കുന്നത്. ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസുകൾ ചോദിക്കും. കാരണം ഹു ഇൻട്രൊഡ്യൂസ്ഡ് ദി ബിഹേവിയറൽ അപ്രോച്ച് ഓഫ് മാനേജ്മെന്റ്, അങ്ങനെയൊക്കെ ചോദിക്കാം. സോ അബ്രഹാം മാസ്ലോ, വാട്ട് ആർ ദി നീഡ്സ്? ഏതൊക്കെയാണ് അബ്രഹാം മാസ്ലോന്റെ നീഡ് ഹൈറാർക്കി തിയറിയിൽ പറയുന്നത്? കണ്ടോ, ഫിസിയോളജിക്കൽ നീഡ്സ്, സൈക്കോളജിക്കൽ, സോഷ്യൽ നീഡ്സ്. അപ്പൊ മാസ്ലോ പറയുന്നത്, യെസ്, മാസ്ലോ പറയുന്നത് അതാണ്. അപ്പൊ ഒരു ബേസിക് നീഡ് സാറ്റിസ്ഫൈ ചെയ്തു കഴിഞ്ഞാൽ ആസ് എ ഹ്യൂമൻ ബീങ് നമുക്ക് അടുത്ത നീഡ് അറൈസ് ചെയ്തു അല്ലെ. പിന്നെ സൈക്കോളജിക്കൽ നീഡ്സ് ആണ് അല്ലെ. നമുക്ക് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എന്തായിരിക്കും? നമുക്ക് കുറച്ചും കൂടി സ്റ്റാറ്റസ്, കുറച്ചും കൂടി നമ്മൾ എല്ലാവരും ഒന്ന് അംഗീകരിക്കണം, സോഷ്യൽ സേഫ്റ്റി, സെക്യൂരിറ്റി, അങ്ങനെ കാര്യങ്ങളൊക്കെയാണ്. പിന്നെ സോഷ്യൽ നീഡ്സുകളാണ് അല്ലെ. സൊസൈറ്റിയിൽ നമുക്കൊരു എന്താ പറയാ, ഒരു സോഷ്യൽ സ്റ്റാറ്റസുകൾ നമ്മളെല്ലാവരും ഒന്ന് അംഗീകരിക്കുക, കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ലാസ്റ്റ് എന്താണ്? സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്സ് ഉണ്ട്. മാസ്ലോന്റെ 5 നീഡ്സ് ആണ്. സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്സിലാണ് അത് അവസാനിക്കുന്നത്. അതൊക്കെ നമ്മൾ ലേറ്റർ ഡിസ്കസ് ചെയ്യും. എന്തായിരിക്കും? എല്ലാം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്തായി? പിന്നെ നമുക്കൊന്നുമില്ല. അപ്പൊ നമ്മൾ എന്തായി? ഇനി നമുക്ക് ആഗ്രഹിക്കേണ്ടത് എന്താണ്? നമ്മൾ എല്ലാവരിലും വലിയ ആളായിട്ട് അംഗീകരിക്കപ്പെടണം. അപ്പൊ അതാണ് ബിഹേവിയറൽ അപ്രോച്ചിലൂടെ എബ്രഹാം മാസ്ലോ പറയുന്നത്. കണ്ടോ, ബൈ ഐഡന്റിഫൈങ് ദ നീഡ്സ് ഓഫ് ദി എംപ്ലോയീസ് ആൻഡ് പ്രൊവൈഡിങ് ഓപ്പർച്യൂണിറ്റീസ് ടു ഫുൾഫിൽ ദം, മാനേജേഴ്സ് ക്യാൻ മോട്ടിവേറ്റ് ദെയർ എംപ്ലോയീസ്. അപ്പോൾ അക്കോർഡിംഗ് ടു എബ്രഹാം മാസ്ലോ, മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ അവിടെ ബിഹേവിയറൽ അപ്രോച്ചിലൂടെ പറയുന്നത് എന്താണ്? എംപ്ലോയീസിന്റെ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് ശ്രമിക്കണം. അതിനു വേണ്ടിയിട്ട് അവർ മോട്ടിവേറ്റ് ചെയ്യിക്കണം അല്ലെ. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? നിങ്ങളൊരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ അവിടെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, നമ്മൾ സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ ദാറ്റ് വിൽ ഷുവർലി എഫക്ട് ദി പെർഫോമൻസ് ലെവൽ ഓഫ് എ പെർട്ടിക്കുലർ എംപ്ലോയി അല്ലെ. നമ്മൾ അവരുടെ തീർച്ചയായിട്ടും അവരുടെ ഒരു പെർഫോമൻസിൽ എഫക്ട് ചെയ്യും. നമുക്ക് നല്ലൊരു സാലറി ഇല്ല, നല്ലൊരു വർക്കിംഗ് കണ്ടീഷൻ ഇല്ല ഇല്ലേ. ഇപ്പൊ നമ്മൾ സ്ഥാപനങ്ങളിൽ കണ്ടിട്ടില്ലേ, ഒരു ടാർഗറ്റ് കൊടുക്കും. ടാർഗറ്റ് അച്ചീവ് ചെയ്യുമ്പോൾ അവർക്ക് ഒരു റെക്കഗ്നീഷൻ എന്ന നിലയ്ക്ക് നമ്മൾ കണ്ടിട്ടുണ്ടാവും. അവർക്ക് ഈ മാസത്തെ അച്ചീവ് ചെയ്തു, അപ്പൊ അവർക്ക് ഒരു റെക്കഗ്നീഷൻ, ഒരു അംഗീകാരം, അതൊക്കെ ഒരു മോട്ടിവേഷൻ ആണെന്നാണ് ആര് പറയുന്നത്? മാസ്ലോ പറയുന്നത്. സോ ദാറ്റ് വിൽ ഇംപ്രൂവ് ദെയർ പെർഫോമൻസ് ലെവൽ ഓൾസോ. ഓക്കെ, സോ ഇറ്റ്സ് എ പാർട്ട് ഓഫ് നിയോ ക്ലാസിക്കൽ തിയറി. മറക്കരുത്, ഹ്യൂമൻ റിലേഷൻസ് മാനേജ്മെന്റ്, ബിഹേവിയറൽ അപ്രോച്ച്. ദെൻ നെക്സ്റ്റ് പറയുന്നതാണ് മോഡേൺ തിയറി ഓഫ് മാനേജ്മെന്റ്. എന്താണ് മോഡേൺ തിയറി ഓഫ് മാനേജ്മെന്റിൽ? 2 എണ്ണം പറയുന്നുണ്ട്. സിസ്റ്റംസ് അപ്രോച്ചും കണ്ടീജൻസി അപ്രോച്ചും. എന്താണ് സിസ്റ്റം അപ്രോച്ച്? ഫസ്റ്റ് വൺ സിസ്റ്റം അപ്രോച്ച് നോക്കാം.
സിസ്റ്റം അപ്രോച്ച് തിയറി ഓഫ് മോഡേൺ മാനേജ്മെന്റ് ഡിഫൈൻസ്, ശ്രദ്ധിക്കുക, ഓർഗനൈസേഷൻ ആസ് കോംപ്ലക്സ് സിസ്റ്റം ഓഫ് ഡിഫറെന്റ് കമ്പോണൻസ്. അല്ലേ, നമ്മളൊരു ഓർഗനൈസേഷൻ എടുത്തു കഴിഞ്ഞാൽ അതൊരു കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ്. അതിൽ ഒരുപാട് കമ്പോണൻസ് എന്താണ് കൂടിച്ചേർന്നതാണ്. ഇതൊക്കെ കൂടിച്ചേർന്ന് ഇഫക്റ്റീവായിട്ട് കോപ്പറേറ്റീവായിട്ട് ചെയ്താലേ നമുക്കൊരു ഗോൾ അച്ചീവ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ക്ലിയർ? അപ്പൊ അതാണ് സിസ്റ്റം അപ്രോച്ച് എന്ന് മോഡേൺ തിയറി ഓഫ് മാനേജ്മെന്റിൽ പറയുന്നത്. ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് ഒരു എന്താണ് കോംപ്ലക്സ് സിസ്റ്റം ആണ്. അതിൽ ഒരുപാട് സബ് സിസ്റ്റംസ് ഉണ്ട്. ഈ എല്ലാ സബ് സിസ്റ്റത്തിനെയും ഒന്നിച്ചു ചേർത്ത് ഇഫക്റ്റീവായിട്ട് കോർഡിനേറ്റ് ചെയ്ത് കോപ്പറേറ്റ് ചെയ്ത് കൊണ്ടുപോയാലാണ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് ഓർഗനൈസേഷണൽ ഗോൾ അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കുന്നുള്ളൂ എന്നുള്ളതാണ് സിസ്റ്റം അപ്രോച്ച് എന്നുകൊണ്ട് മോഡേൺ തിയറിയിൽ പറയുന്നത്. ക്ലിയർ കേട്ടോ? ഇറ്റ് എംഫസൈസ് ദ കോൺസെപ്റ്റ് ഓഫ് നോളജ് ഓഫ് വർക്കേഴ്സ്. MPO is the process. MPO means management by objective. Is the process of establishing clear goals and objectives for employees and tracking their progress towards achieving them. എന്താണ് അവിടെ എക്സാമ്പിൾ ആയിട്ട് പറയുന്നത്? നമ്മളൊരു കാര്യം ഒരു എംപ്ലോയിയെ കൊണ്ട് അല്ലെങ്കിൽ നമ്മളൊരു കാര്യം ഗോൾ ക്ലിയർ കട്ട് ആയിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തതിന് ശേഷമേ ആ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, പ്രവർത്തിക്കേണ്ടത്. അല്ലാതെ കാര്യങ്ങൾ പ്രവർത്തിച്ചു കഴിയുമ്പോൾ നമ്മൾ ഗോൾ തീരുമാനിക്കലല്ല വേണ്ടത്. ഓക്കെ, ദെൻ കൂടാതെ എംപ്ലോയീസ് ആർ നോട്ട് ഓൺലി തോട്ട് ഓഫ് ആസ് ഫിസിക്കൽ ലേബേഴ്സ് അണ്ടർ ദ കോൺസെപ്റ്റ് ഓഫ് നോളജ് വർക്കേഴ്സ്. ദേ ഓൾസോ പൊസസ് നോളജ് ആൻഡ് സ്കിൽ സെറ്റ്സ് ദ ഇമ്പോർട്ടൻറ്റ് ഫോർ ദ ഓർഗനൈസേഷൻ സക്സസ്. എന്താ അവിടെ പറയുന്നത്? എംപ്ലോയീസ് എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് നമുക്കൊരു ഫിസിക്കൽ ആയിട്ടുള്ള ലേബേഴ്സിനെ അല്ല. വി ഷുഡ് ആക്സെപ്റ്റ് ദെയർ നോളേജ് ഓൾസോ. അല്ലെ, നമ്മൾ എംപ്ലോയീസിന്റെ ഐഡിയകൾ, എംപ്ലോയീസിന്റെ അറിവുകള് സ്കിൽ മാക്സിമം എക്വയർ ചെയ്യാനായിട്ട് ശ്രമിക്കണം. സോ ദാറ്റ്സ് വൈ മോഡേൺ തിയറിയിൽ സിസ്റ്റം അപ്രോച്ച് പറയുന്നത്. ക്ലിയർ? ദെൻ സെക്കൻഡ് വൺ പറയുന്നതാണ് കണ്ടീജൻസി അപ്രോച്ച്. എന്തായിരിക്കും കണ്ടീജൻസി എന്ന് പറയുന്നത്? അതായത് ഒരു സിംഗിൾ അപ്രോച്ച് അല്ല മാനേജ്മെന്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഏറ്റവും ഇഫക്റ്റീവ് ആയിട്ടുള്ള മാനേജ്മെന്റ് എന്ന് പറയുന്നത് അവിടെ എന്താണ്, ഒരു ഇൻഡിവിജ്വലിനെയും ഒരു ഗ്രൂപ്പിനെയും മാനേജ് ചെയ്യാൻ പറ്റുന്നതാണ്. ക്ലിയർ? അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. കണ്ടോ, ദിസ് തിയറി ഹാസ് ഗിവൻ റൈസ് ടു സിറ്റുവേഷണൽ ലീഡർഷിപ്പ് വിച്ച് എൻറ്റെയിൽസ് adapting management styles to fit the demand of the circumstances. ഒരു സിറ്റുവേഷൻസിനനുസരിച്ച് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റണം. മാനേജ്മെന്റ് സ്റ്റൈലുകളിൽ മാറ്റങ്ങൾ വരുത്താനായിട്ട് സാധിക്കണം. ക്ലിയർ? അതാണ് കണ്ടീജൻസി അപ്രോച്ച് എന്ന് പറയുന്നത്. അവിടെ ഒരു സിംഗിൾ അപ്രോച്ച്, ഞാൻ ഇങ്ങനെ പോവോ, ഞങ്ങളുടെ സ്ഥാപനം ഇങ്ങനെയാണ് എന്നുള്ളത് പറഞ്ഞ് അതേ രീതിയിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എന്താവില്ല, സക്സസ്ഫുൾ ആവില്ല. ഓക്കെ, ക്ലിയർ? ആ ഒരു എന്താ ഉദ്ദേശിക്കുന്നത്, ഓരോ സിറ്റുവേഷൻ അനുസരിച്ച് സർക്കംസ്റ്റാൻസ് അനുസരിച്ച്, ഇപ്പൊ ഫോർ എക്സാമ്പിൾ എംപ്ലോയീസ് തമ്മിൽ കോൺഫ്ലിക്ട്സ് ആണ്, അപ്പൊ നമ്മൾ ആ സോൾവ് ചെയ്യണം അല്ലെ. മാനേജ്മെന്റിന്റെ ഉത്തരവാദിത്തങ്ങൾ എന്താണ്, അത് സോൾവ് ചെയ്യണം. കാരണം ദാറ്റ് വിൽ ഷുവർലി എഫക്ട് ദി പെർഫോമൻസ് അല്ലെ. രണ്ട് എംപ്ലോയീസ് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് എംപ്ലോയീസ് തമ്മിൽ തർക്കങ്ങളാണ് ഒരു സ്ഥാപനത്തിലെങ്കിൽ തീർച്ചയായിട്ടും നമുക്കത് സോൾവ് ചെയ്യേണ്ടതാണ്. അത് സോൾവ് ചെയ്യേണ്ടത് നമ്മുടെ പോയിന്റ് ഓഫ് വ്യൂ മാത്രം വെച്ചുകൊണ്ട് നമുക്കത് സോൾവ് ചെയ്യാൻ പറ്റും? ഒരിക്കലും സാധിക്കില്ല. വി ഷുഡ് ഹിയർ അല്ലെ, അവരെ കേൾക്കണം, അവിടെ എന്താണ് പ്രോബ്ലം എന്ന് മനസ്സിലാക്കണം. അവിടെ ചെറിയൊരു കാര്യമായിരിക്കും ദാറ്റ് വിൽ ലീഡ് ടു ആ കോൺഫ്ലിക്റ്റിലേക്ക് പോയിരിക്കുന്നുണ്ടാവാം. സോ ഐഡന്റിഫൈ ദ റീസൺ ബിഹൈൻഡ് ദാറ്റ് ആൻഡ് സോൾവ് ദ പ്രോബ്ലം. സോ ദാറ്റ്സ് കണ്ടീജൻസി അപ്രോച്ച്. ആ ഒരു അപ്രോച്ചിലൂടെ, അല്ലാണ്ട് നമ്മൾ ഇങ്ങനെ പോവോ, നമ്മൾ ഇങ്ങനെ ആ പ്രോബ്ലം സോൾവ് ചെയ്യൂ എന്ന് പറയാൻ പാടില്ല. സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റങ്ങൾ, മാനേജ്മെന്റ് സ്റ്റൈലില് മാറ്റങ്ങൾ വരുത്തണം. ക്ലിയർ? ദെൻ അടുത്തത് ബിഹേവിയറൽ തിയറി ഓഫ് മാനേജ്മെന്റ് ആണ്. നേരത്തെ ബിഹേവിയറൽ അപ്രോച്ച് ആണ് പറയുന്നത്, ഇവിടെ ബിഹേവിയറൽ തിയറി ഓഫ് മാനേജ്മെന്റ് ആണ്. ഇതൊന്നും കൂടുതലായിട്ട് നമുക്ക് പറയാനില്ല. ജസ്റ്റ് ഇവിടെ പറയാനുള്ളത് എന്താണ് കണ്ടോ, സ്റ്റഡി ഓഫ് ഹ്യൂമൻ ബിഹേവിയർ ഇൻ ദ വർക്ക് പ്ലേസ്. അതായത് ഇത് മെയിൻ ആയിട്ട് പറഞ്ഞിരിക്കുന്നത്, ബിഹേവിയറൽ തിയറി കൊണ്ടുവന്നിരിക്കുന്നത് എന്താണ്, മാക്ഗ്രിഗർ ആണ്. ഡഗ്ലസ് മാക്ഗ്രിഗേഴ്സ് എന്ന് പറയുന്ന വേറൊരു പേരാണ്, ചോദിക്കാം ചിലപ്പോൾ. അത് തിയറി എക്സ് ആൻഡ് തിയറി വൈ, അല്ലെങ്കിൽ വേറൊരു പേരുണ്ട് അതിന്, 2 ഫാക്ടർ തിയറി. ക്ലിയർ? ഇവിടെ രണ്ട് കാര്യങ്ങളാണ് തിയറി എക്സ് ആൻഡ് തിയറി വൈയില്. അതായത് ഇവിടെ മാക്ഗ്രിഗർ പറയുന്നത് ഇത്രയേ ഉള്ളൂ, ഹ്യൂമൻ ബിഹേവിയർ നമ്മൾ പഠിക്കണം. മാനേജ്മെന്റിന്റെ ഭാഗമായിട്ട് എന്താണ്,
ഒരു വർക്ക് പ്ലേസിലെ ഹ്യൂമൻ ബിഹേവിയർ സ്റ്റഡി ചെയ്തിട്ട് വേണം നമ്മൾ കാര്യങ്ങള് കൊണ്ടുവരാൻ നടപ്പിലാക്കാനായിട്ട്. ക്ലിയർ? എന്താണ് അവിടെ പഠിക്കേണ്ടത്? ഹ്യൂമൻ ബിഹേവിയർ എന്താണ് പഠിക്കേണ്ടത്? അതാണ് രണ്ട് തിയറി ആയിട്ട് പറയുന്നത്, തിയറി എക്സ് ആൻഡ് തിയറി വൈ. തിയറി എക്സിൽ പറയുന്നത് എംപ്ലോയീസ് ആർ ലേസി, നീഡ് കോൺസ്റ്റന്റ് മോണിറ്ററിംഗ് ആൻഡ് മോട്ടിവേറ്റഡ് ബൈ റിവാർഡ്സ് ആൻഡ് പണിഷ്മെന്റ്. കണ്ടോ? തിയറി എക്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? എംപ്ലോയീസ് ലേസി ആണ് എന്നുണ്ടെങ്കിൽ അവരെന്ത് വേണം? കോൺസ്റ്റന്റ് മോണിറ്ററിംഗ് വേണം, മോട്ടിവേറ്റ് ചെയ്യണം. എങ്ങനെ? റിവാർഡ്സ് കൊണ്ടും പണിഷ്മെന്റ് കൊണ്ടും. തെറ്റായി ചെയ്താൽ പണിഷ് ചെയ്യണം. അതാണ് മാക്ഗ്രിഗർ പറയുന്നത്. തിയറി വൈയിൽ പറയുന്നത് എന്താണ്? എംപ്ലോയീസ് ആർ സെൽഫ് മോട്ടിവേറ്റഡ്, റെസ്പോൺസിബിൾ ആൻഡ് കേപ്പബിൾ ഓഫ് ടേക്കിംഗ് ഇനീഷ്യേറ്റീവ്. അത് മനസ്സിലാക്കണം. നമ്മൾ വർക്ക് പ്ലേസിലെ എംപ്ലോയീസിനെ സ്റ്റഡി ചെയ്യണം എന്നാണ് ആര് പറയുന്നത്? മാക്ഗ്രിഗർ പറയുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് പഠിക്കുന്നത്? അവരെ പ്രോപ്പറായിട്ട് ലീഡ് ചെയ്യാനായിട്ട്, അവരോട് പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, അവരെ മോട്ടിവേറ്റ് ചെയ്യാൻ, അവർക്ക് ജോബ് സാറ്റിസ്ഫാക്ഷൻ കൊടുക്കാൻ. ക്ലിയർ? സോ ദാറ്റ് ഈസ് ബിഹേവിയറൽ തിയറി ഓഫ് മാനേജ്മെന്റ്. ദെൻ ലാസ്റ്റ് പറയുന്നതാണ് മാക്കിൻസീസ് 7's അപ്രോച്ച്. 7's അപ്രോച്ച്. അവിടെ 7 കാര്യങ്ങളാണ് മാക്കിൻസി പറയുന്നത്. എന്താണ് ഉദ്ദേശിക്കുന്നത്? കണ്ടോ? സ്ട്രാറ്റജി, സ്ട്രക്ചർ, സിസ്റ്റം, വാല്യൂ, ഷെയർഡ് വാല്യൂ, സ്കിൽസ്, സ്റ്റാഫ് ആൻഡ് സ്റ്റൈൽ. ഇത് 7 കാര്യങ്ങളാണ് മാനേജ്മെന്റ് കൂടുതൽ സ്ട്രെസ് കൊടുക്കേണ്ടതെന്നാണ് ആര് പറയുന്നത്? ഈ മാനേജ്മെന്റ് അപ്രോച്ചിൽ മാക്കിൻസി പറയുന്നത്. ചോദിക്കാം, ഏതാണ് 7S? ക്ലിയർ? സ്ട്രാറ്റജി അല്ലെ? ഒരു മാനേജ്മെന്റ് എടുക്കുന്ന സ്ട്രാറ്റജികൾ, മാനേജ്മെന്റിന്റെ സ്ട്രക്ചർ, സിസ്റ്റം, വാല്യൂസ്, സ്കിൽ, സ്റ്റാഫ് ആൻഡ് സ്റ്റൈൽ. ഇതാണ് എലമെന്റ്സ് ആയിട്ട് പറയുന്നത്. ആര് പറയുന്നത്? 7S അപ്രോച്ച് ഓഫ് മാക്കിൻസി. കണ്ടോ? ഇതിൽ പറയുന്നതാണ്. കണ്ടോ? മാനേജ്മെന്റ് തിയറി ദാറ്റ് ഹെൽപ്സ് ഓർഗനൈസേഷൻസ് അണ്ടർസ്റ്റാൻഡ് ദ കണക്ഷൻസ് ബിറ്റ്വീൻ വാരിയസ് ബിസിനസ് കോമ്പണന്റ്സ് ടു അച്ചീവ് ഓർഗനൈസേഷണൽ ചേഞ്ച്. ഇതാണ്. ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക ഏതൊക്കെയാണ് മാനേജ്മെന്റ് കോൺസെപ്റ്റ്സുകളുടെ ഇവല്യൂഷനിൽ പറയുന്നത്. നിയോ ക്ലാസിക്കൽ തിയറി നമ്മൾ പറഞ്ഞു, മോഡേൺ തിയറി, ബിഹേവിയറൽ അപ്രോച്ച് തിയറി ആൻഡ് മാക്കിൻസീസ് 7S അപ്രോച്ച്. ഓക്കെ. ദെൻ നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് നമുക്ക് കടക്കാം. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് സയന്റിഫിക് മാനേജ്മെന്റ്. സയന്റിഫിക് മാനേജ്മെന്റ് കേട്ടിട്ടുണ്ടോ? സയന്റിഫിക് മാനേജ്മെന്റ്, ദ ഫാദർ ഓഫ് സയന്റിഫിക് മാനേജ്മെന്റ് FW ടൈലർ. ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഹു ഈസ് നോൺ ആസ് ദി ഫാദർ ഓഫ് സയന്റിഫിക് മാനേജ്മെന്റ്? അതായത് എന്താണ് സയന്റിഫിക് മാനേജ്മെന്റ്? FW ടൈലർ പറയുന്നത് എപ്പോഴും നമുക്കൊരു മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ എപ്പോഴും എന്താണ്? ഒരു സയന്റിഫിക് ആയിട്ടുള്ളതായിരിക്കണം, സിസ്റ്റമാറ്റിക് ആയിരിക്കണം അല്ലെ? ഒരു പെർട്ടിക്കുലർ ഒബ്ജക്റ്റീവ് ഉണ്ടായിരിക്കണം, കുറച്ച് പ്രിൻസിപ്പിൾസ്, ടെക്നിക്സ് ഒക്കെ ഫോളോ ചെയ്യുന്നതായിരിക്കണം. അതുകൊണ്ടാണ് എന്ത് പറയുന്നത്? സയന്റിഫിക് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അതായത് നമ്മളിപ്പോ ഒരു മാനേജ്മെന്റിനെ അഡോപ്റ്റ് ചെയ്യുമ്പോൾ ദർ ഷുഡ് ഫോളോ എന്തായിരിക്കും? സയന്റിഫിക് മെത്തേഡ്സ് ടു സോൾവ് ദി പ്രോബ്ലംസ്. മാനേജ്മെന്റ് ഡേ ടു ഡേ ലൈഫിൽ ഒരുപാട് പ്രോബ്ലംസുകൾ സോൾവ് ചെയ്യണം ഒരു ബിസിനസ്സിലെ ആണെങ്കിൽ. അപ്പൊ അതെങ്ങനെയാണ് സോൾവ് ചെയ്യേണ്ടത് എന്നാണ് FW ടൈലർ പറയുന്നത്. കണ്ടോ? use of scientific, systematic, objective and logical principles and techniques in various managerial functions is known as scientific management. അവിടെ എന്താണ്? സയന്റിഫിക് മെത്തേഡ്സ് ടു സോൾവ് ദി പ്രോബ്ലംസ് ഓഫ് മാനേജ്മെന്റ്. അല്ലാതെ മാനേജ്മെന്റിന് ഇങ്ങനെ തോന്നുന്നു, ഞാൻ അതുപോലെ സോൾവ് ചെയ്യുന്നു, എന്റെ കോൺസെപ്റ്റ് ഇതാണ്, ഞാൻ ഇങ്ങനെ പ്രോബ്ലം സോൾവ് ചെയ്യുള്ളൂ എന്നല്ല പറയുന്നത്. ടൈലർ പറയുന്നത് എന്താണ്? മാനേജ്മെന്റ് ഒരു സയന്റിഫിക് മെത്തേഡിലൂടെ പ്രോബ്ലംസ് എന്ത് ചെയ്യണം? സോൾവ് ചെയ്യണം. Clear? It is the art of knowing exactly what you want your employees to do and seeing that they do it in the best and cheapest way. അതല്ലാതെ എംപ്ലോയീസിനോട് ഇപ്പൊ ചിലർക്ക് പേഴ്സണൽ താല്പര്യങ്ങൾ എംപ്ലോയീസിനോട് ഉണ്ടെങ്കിൽ അവരോട് പ്രത്യേകമായ ആനുകൂല്യങ്ങൾ, അവർക്ക് കൺസിഡറേഷൻസ്, അങ്ങനെയല്ല. എന്താണ് ഇപ്പൊ ഒരു പ്രോബ്ലം? അത് സയന്റിഫിക്കലി സ്റ്റഡി ചെയ്ത് സോൾവ് ചെയ്യണം. അത് ആർക്ക് അതുകൊണ്ട് നേട്ടം ഉണ്ടായാലും കോട്ടം ഉണ്ടായാലും നമ്മൾ ആ ഒരു രീതിയിൽ അത് കാണാനും സോൾവ് ചെയ്യാനായിട്ട് പാടുള്ളൂ.
Okay, it involves kind of study of each activity in detail and doing the work in such a manner so that work can be completed effectively and efficiently. ഓരോ വർക്കിനെയും നമ്മൾ ആ ഒരു രീതിയിൽ പഠിച്ച് അത് ആര് ചെയ്യണം, ആര് ചെയ്യാൻ പറ്റും, എങ്ങനെ ചെയ്യാൻ പറ്റും എന്നൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം അത് ചെയ്യാനായിട്ട്. ക്ലിയർ? അതാണ് വളരെ ഇമ്പോർട്ടന്റ് ടോപ്പിക്കാണ് സയന്റിഫിക് മാനേജ്മെന്റ്. മറക്കരുത്. ആരാണ് അതിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്? FW ടൈലർ ആണ്, ഫ്രെഡറിക് വേൾഫോർഡ് ടൈലർ ആണ്. ഓക്കെ, നമുക്ക് നോക്കാം സയന്റിഫിക് മാനേജ്മെന്റ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇതൊക്കെ പ്രിൻസിപ്പിൾസ് ഓഫ് സയന്റിഫിക് മാനേജ്മെന്റ്. 4 പ്രിൻസിപ്പിൾസ് ആണ് സയന്റിഫിക് മാനേജ്മെന്റിൽ പറയുന്നത്. ഫസ്റ്റ് പറയുന്നത് എന്താണ്? ഫസ്റ്റ് വൺ, സയൻസ് നോട്ട് റൂൾ ഓഫ് തം. കണ്ടോ, അവിടെ സയൻസ് ആണ്. ടൈലർ ഫോക്കസ് ചെയ്യുന്നത് സയന്റിഫിക് സ്റ്റഡിക്കാണ്. ഒരു കാര്യം, ഒരു വർക്ക് എന്താണ്, എങ്ങനെയാണ് അത് വ്യക്തമായിട്ട് അനലൈസ് ചെയ്തിട്ട് വേണം നമ്മൾ നടപ്പിലാക്കാൻ. നമ്മളിപ്പോ ഒരു സ്ഥാപനം, നമ്മളല്ലേ, ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോ ഒരു ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ആണെങ്കിൽ ആ ഹോസ്പിറ്റലില് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാൻ പോകുന്നത് അത് ആ ഒരു സയന്റിഫിക് സ്റ്റഡിയിലൂടെ അനലൈസ് ചെയ്തൂടെ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുന്നു പേഷ്യൻസിന്. അപ്പൊ അത് ആ ഒരു രീതിയിൽ വേണം എന്ത് ചെയ്യാനായിട്ട്, കണ്ടെത്താനും പഠിക്കാനും അതനുസരിച്ച് ചെയ്യാനും. ക്ലിയർ? അല്ലാതെ ആ ഒരു റൂൾ ഓഫ് തമ്പ് അല്ല. എന്താണ്? സയന്റിഫിക് മെത്തേഡ് ഈസ് based on cause and effect, whereas rule of thumb was based solely on the discretion of managerial decision. കണ്ടോ, അല്ലാതെ നമ്മളുടെ കോൺസെപ്റ്റ് അനുസരിച്ച് എൻ്റെ ചിന്ത ഇങ്ങനെയാണ്, ഞാൻ ഇതേ ശരിവെക്കൂ അല്ലെങ്കിൽ ഞാൻ ഇതിലേ പോകൂ എന്നുള്ളത് അല്ല. സയന്റിഫിക്കലി നമ്മളത് പഠിച്ച് ഇംപ്ലിമെന്റ് ചെയ്യണം. ദാറ്റ് ഈസ് സയൻസ് നോട്ട് റൂൾ ഓഫ് തം. സെക്കൻഡ് പ്രിൻസിപ്പിൾ, ഹാർമണി നോട്ട് ഡിസ്കോർഡ്. അതാണ് അടുത്തത് ടൈലർ പറയുന്നത്. കണ്ട, ടൈലർ recognized the class conflict that existed between the workers and managers. അല്ലെങ്കിൽ എന്തുണ്ടാവും, ഒരു പ്രോപ്പർ ഒരു യൂണിറ്റി ഇല്ല മാനേജ്മെന്റും സ്റ്റാഫും തമ്മിൽ, വർക്കേഴ്സും തമ്മിൽ. എന്ത് സംഭവിക്കും? നമുക്കറിയാം, അത് അവരുടെ പെർഫോമൻസിനെ ബാധിക്കും അല്ലെ. ആ ഒരു പെർഫോമൻസിൽ എന്തുണ്ടാവുന്നത്, നമ്മുടെ എൻറ്റയർ ഓർഗനൈസേഷന്റെ സക്സസ് ഇരിക്കുന്നത്. അപ്പൊ അവിടെ എന്താ പറയുന്നത്? He emphasized that there should be no conflict between the workers and managers. Both of them should realize the importance of each other and should work together for organizational goals. അപ്പൊ അവിടെ ഒരു ഹാർമോണിയസ് റിലേഷൻഷിപ്പ് വേണം അല്ലെ. ഈക്വൽ ഇമ്പോർട്ടൻസ് ഉണ്ട് അല്ലെ. മാനേജ്മെന്റ് മാത്രമല്ല, ഇത് ഒരു ബ്യൂറോക്രാറ്റിക് ഒരു സ്റ്റൈൽ അല്ല, വേ ഓഫ് മാനേജ്മെന്റ് അല്ല ഉദ്ദേശിക്കുന്നത്. എംപ്ലോയീസ് ആർ ഈക്വലി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, സോ എന്താണ്, നമ്മൾ അവർക്ക് ബെറ്റർ ഒരു ഓപ്പർച്യൂണിറ്റി ഫോർ ദെയർ ഓൺ ഡെവലപ്മെന്റ്, ദെൻ ബെറ്റർ വർക്കിംഗ് എൻവയോൺമെന്റ്. ഓക്കെ, അങ്ങനെ പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇറ്റ് വിൽ എന്താണ്, അവരുടെ പെർഫോമൻസ് ലെവൽ കൂടും. ഒരുപാട് സ്ട്രൈക്സ്, ലോക്കൗട്ട്സ് ഒക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യാം. അവരുടെ ബെറ്റർ അല്ലെ എഫിഷ്യൻസി കൂടും. അതൊക്കെ കാരണമാവും. അതാണ് ടൈലർ പറയുന്നത്. അടുത്തൊരു പ്രിൻസിപ്പിള് ഫോളോ ചെയ്തത് മാനേജ്മെന്റ്, ഹാർമണി നോട്ട് ഡിസ്കോർഡ്. നമുക്കറിയാം, കോപ്പറേഷൻ നോട്ട് ഇൻഡിവിജ്വൽസ് അല്ലെ. അവിടെ ഒരു കോപ്പറേഷൻ ആണ് മാനേജ്മെന്റും വർക്കേഴ്സും തമ്മിൽ വേണ്ടത് എന്നാണ് പറയുന്നത്. അതായത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്താണ്, മറ്റുള്ളവരെ അങ്ങോട്ടും ഇങ്ങോട്ടും അംഗീകരിക്കണം, റെക്കഗ്നൈസ് ചെയ്യണം, അവർക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കണം. അല്ലാതെ എന്താണ്, ഞാനാണ് വലുത്, ഞാൻ പറയുന്ന കാര്യങ്ങളാണ് തീരുമാനിക്കേണ്ടത്, നടപ്പിലാക്കേണ്ടത് എന്നുള്ളൊരു കോൺസെപ്റ്റ് അവിടെ അപ്ലൈ ചെയ്യാനായിട്ട് പാടില്ല. കണ്ടോ, there should be cooperation between them and competition should be replaced by cooperation. അപ്പൊ എന്ത് വരും? കോമ്പറ്റീഷൻ അവോയ്ഡ് ആവും അല്ലെ. അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവില്ല. കോപ്പറേഷൻ ആണ്, ഒരു സഹകരണമാണ് അവിടെ ഉണ്ടാവുന്നത്. ക്ലിയർ? ദെൻ നെക്സ്റ്റ് പറയുന്നത് എന്താണ്? ഡെവലപ്മെന്റ് ഓഫ് വർക്കേഴ്സ് ടു ദയർ ഗ്രേറ്റസ്റ്റ് എഫിഷ്യൻസി ആൻഡ് പ്രോസ്പെരിറ്റി. തീർച്ചയായിട്ടും ഉണ്ടാവില്ലേ? നിങ്ങൾ നോക്കിക്കോ, നല്ല ഹോണസ്റ്റി, നല്ല എന്താ പറയാ ഹാർമണി, നല്ല കോപ്പറേഷൻ ഉള്ള സ്ഥാപനങ്ങളാണ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ബിസിനസ് ആണ് അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ ആണ് എന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ഷുവർലി ഇംപ്രൂവ് ദി എഫിഷ്യൻസി ഓഫ് വർക്കേഴ്സ്. തീർച്ചയായിട്ടും ഉണ്ടാവില്ലേ? നല്ലൊരു ഇപ്പോ സ്ഥാപനത്തിൽ എല്ലാവർക്കും ഇമ്പോർട്ടൻസ് ഉണ്ട്, അത് വിചാരിച്ചിട്ട് എല്ലാ തീരുമാനങ്ങളും എടുക്കുന്നത് എംപ്ലോയീസ് അല്ല, ടോപ്പ് ലെവൽ മാനേജ്മെന്റിനെയാണ് തീരുമാനങ്ങൾ എടുക്കുന്നത്. ബട്ട് അവിടെ എംപ്ലോയിനെ പരിഗണിക്കും. അവർക്ക് ആവശ്യമായിട്ടുള്ള സംവിധാനങ്ങൾ, സൗകര്യങ്ങൾ, വർക്ക് എൻവയോൺമെന്റ്, അവർക്കൊരു
ഡെവലപ്മെന്റ് കൊടുക്കാണ് ആര് പറയുന്നത്? ടൈലർ പറയുന്നത്. അതാണ് അത് അവരുടെ എഫിഷ്യൻസിനെ, പ്രോസ്പെറിറ്റിനെ തീർച്ചയായിട്ടും ഡെവലപ്പ് ചെയ്യും. ക്ലിയർ? സോ ദീസ് ആർ ദി 4 പ്രിൻസിപ്പിൾസ്. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. സയന്റിഫിക് മാനേജ്മെന്റ് എന്താന്നുള്ള ഒരു ടോപ്പിക്കും അതിന്റെ ക്വസ്റ്റ്യൻസുകൾ ഏതൊക്കെയാണ്? 4 പ്രിൻസിപ്പിൾസ്. സയൻസ് ആണ് അവിടെ ബേസ് ആയിട്ട് എടുക്കുന്നത്, നോട്ട് റൂൾ ഓഫ് തം. റൂൾ ഓഫ് തം മീൻസ് അവരുടെ ഒരു ഡിസ്ക്രിപ്ഷനിലല്ല തീരുമാനങ്ങൾ, അല്ലെങ്കിൽ ആ ഒരു രീതിയല്ല ഫോളോ ചെയ്യേണ്ടത്, സയന്റിഫിക്കലി ആണ്. ദെൻ ഹാർമണി, നോട്ട് ഡിസ്കോർഡ്, അല്ലെ? ഒരു ഹാർമോണിയസ് റിലേഷൻഷിപ്പ് ഡെവലപ്പ് ചെയ്യണം. ദെൻ കോപ്പറേഷൻ, then development of workers to their greatest efficiency and prosperity. Okay, clear ആണല്ലോ? ഇത്രയും ടോപ്പിക്കുകളാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്തത്. മറക്കരുത്. എന്താണ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞു, ക്യാരക്ടറിസ്റ്റിക്സ്, ദെൻ ഇമ്പോർട്ടൻസ്, അപ്രോച്ചുകൾ പറഞ്ഞു, അല്ലെ? നിയോ ക്ലാസിക്കൽ, മോഡേൺ ആൻഡ് ബിഹേവിയറൽ തിയറി, 7th approach of McKinsey's പറഞ്ഞു. Then scientific management, F.W. Taylor, the scientific management and their principles, 4 principles. Okay, so നമുക്കൊരു 4 questions ഡിസ്കസ് ചെയ്തിട്ട് വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ ഓക്കെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. നിങ്ങൾക്ക് അറിയാവുന്നത് നിങ്ങൾ ആൻസർ കമന്റ് ചെയ്യുക, ഇല്ലെങ്കിൽ തെറ്റിക്കോട്ടെ, എല്ലാവരും കമന്റ് ചെയ്യുക. നമ്മളിത് ഫസ്റ്റ് പഠിക്കുന്നവരുണ്ടാവും, സ്റ്റാർട്ട് ചെയ്ത് ആദ്യമായിട്ട് ഇത് കേൾക്കുന്നവരുണ്ടാവും. എനിക്ക് ഇത്രയേ ഉള്ളൂ, എല്ലാവരും ഒന്ന് ഇൻവോൾവ് ചെയ്യണം, അത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് അറിഞ്ഞാലോ അറിഞ്ഞില്ലെങ്കിലും തെറ്റിക്കോട്ടെ, ഞാൻ ആരെയും ഒന്നും പറയുന്നില്ല. എനിക്ക് അറിയാനാണ് നിങ്ങൾ എത്ര പേര് ഇതിൽ ഇൻവോൾവ് ചെയ്യുന്നുണ്ട്, ക്ലാസ് കേൾക്കുന്നുണ്ട് എന്നുള്ളതൊന്നും അറിയാൻ വേണ്ടിയിട്ടാണ്. ക്വസ്റ്റ്യൻ ആൻസേഴ്സുകൾ നിങ്ങൾക്ക് കമന്റ് ചെയ്യാം, എല്ലാവർക്കും വേഗം വേഗം കമന്റ് ചെയ്യുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വൈ ഈസ് മാനേജ്മെന്റ് റിക്വയർഡ്? Why is management required? ഞാൻ ഓപ്ഷൻസ് വായിക്കാം. To achieve a personal goal, to achieve a collective goal and develop, to make money, to have good stability. ഓക്കെ അല്ലേ? എല്ലാവർക്കും കിട്ടി, വേഗം ആൻസർ കിട്ടുന്ന സിമ്പിൾ ആണ്. ടു അച്ചീവ് എ കളക്റ്റീവ് ഗോൾ ആൻഡ് ഡെവലപ്പ്, അല്ലെ? അതുകൊണ്ടാണ് നമ്മൾ മാനേജ്മെന്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റിന് പ്രാധാന്യം കൊടുക്കുന്നത്. ഒരു കളക്റ്റീവ് ഗോൾ ആൻഡ് ഡെവലപ്പ് ചെയ്യാനായിട്ട്, അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മാനേജ്മെന്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് നടപ്പിലാക്കുന്നത്. ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് എ പ്രൈം കീ ഫോർ എ സക്സസ്ഫുൾ മാനേജ്മെന്റ് പ്രോസസ്? What is a prime key for a successful management process? Option 1, coordination. Option 2, understanding. Good HR, more salary. ആലോചിച്ച് പറഞ്ഞോളൂ. What is a prime key for a successful management process? എന്താണ് കൺഫ്യൂഷൻ വന്നോ? ഓപ്ഷൻ 1 ആണ് ആൻസർ. കുറെ പേര് കറക്റ്റ് ചെയ്തിട്ടുണ്ട്, കുറെ പേര് തെറ്റിച്ചിട്ടുണ്ട്. നല്ലൊരു കോർഡിനേഷൻ ആണ് സക്സസ്ഫുൾ മാനേജ്മെന്റ് പ്രോസസ്സിന്റെ പ്രൈം കീ എന്ന് പറയുന്നത്. കോർഡിനേഷൻ ആണ്, അണ്ടർസ്റ്റാൻഡിങ്ങും ഒക്കെ വേണം. ബട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് പ്രൈം കീ ഫോർ എ സക്സസ്ഫുൾ മാനേജ്മെന്റ്, അല്ലെ? നല്ലൊരു മാനേജ്മെന്റ് പ്രോസസ് ആവണമെങ്കിൽ ദർ മസ്റ്റ് ബി എ പ്രോപ്പർ കോർഡിനേഷൻ among them. നല്ലൊരു കോർഡിനേഷൻ ഉണ്ടാവണം. ഓക്കെ, ദെൻ ക്ലിയർ ആയല്ലോ? ക്വസ്റ്റ്യൻസ് ഇങ്ങനെ തിരിച്ചും മറിച്ചൊക്കെ ചോദിക്കും. അപ്പൊ നമ്മൾ ക്വസ്റ്റ്യൻ നന്നായി വായിച്ചിട്ട് വേണം ആൻസർ ചെയ്യാനായിട്ട്. ഡോണ്ട് വറി, നമുക്ക് പഠിക്കാം. തേർഡ് വൺ, വാട്ട് കൈൻഡ് ഓഫ് പ്രോസസ് ഈസ് മാനേജ്മെന്റ്? ആലോചിച്ച് പറഞ്ഞോളൂ. വാട്ട് കൈൻഡ് ഓഫ് പ്രോസസ് ഈസ് മാനേജ്മെന്റ്? ഹൈറാർക്കിക്കൽ, ഓർഗനൈസേഷണൽ, മെന്റൽ, universal. What kind of a process is management? Option ഏതാണ്? 4 ആണ്. Universal. Management is a universal process. എന്തുകൊണ്ടായിരിക്കും? യൂണിവേഴ്സൽ പ്രോസസ് എന്ന് പറയുന്നത് നമുക്ക് എവിടെയും അപ്ലൈ ചെയ്യാവുന്ന ഒരു കോൺസെപ്റ്റ് ആണ്. എന്ത്?
മാനേജ്മെന്റ് എന്ന് പറയുന്ന പ്രോസസ്സ്. സോ ഇറ്റ്സ് എ യൂണിവേഴ്സൽ പ്രോസസ്. ഓക്കെ, then fourth question. One of the prime objectives of management can be recognized as. One of the prime objectives of management in the prime ആയിട്ടുള്ള objectives എന്താണെന്നാണ് പറയുന്നത്? To develop society, to attain a goal through teamwork and collaboration, to develop oneself and integrate skills, all of the above. നമ്മളിപ്പോൾ കുറച്ചൊരു ഐഡിയ ചെറിയൊരു ക്ലാസ് ഒക്കെ കേട്ടുല്ലോ. അപ്പൊ അതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് മനസ്സിലാവുന്നു? വൺ ഓഫ് ദി പ്രൈം ഒബ്ജക്റ്റീവ് ഓഫ് മാനേജ്മെന്റ് ക്യാൻ ബി റെക്കഗ്നൈസ്ഡ് ആസ്. ഓപ്ഷൻ 4 ആണ്. ഓൾ ഓഫ് ദി അബവ്, എല്ലാം വേണം. പ്രൈം ഒബ്ജക്റ്റീവ്സ് ആണ് മാനേജ്മെന്റിന്റെ പറയുന്നത്. സൊസൈറ്റി ഡെവലപ്പ് ചെയ്യണം, ഗോൾസ് അച്ചീവ് ചെയ്യണം. എങ്ങനെ? ടീം വർക്കിലൂടെ. വൺ സെൽഫ്, അല്ലെ, ഓരോ ഇൻഡിവിജ്വൽസിനും ഡെവലപ്പ് ചെയ്യണം, സ്കില്ലുകളെ ഡെവലപ്പ് ചെയ്യണം. ഓക്കെ, സോ ഓൾ ഓഫ് ദി അബവ് ആണ് പ്രൈം ഒബ്ജക്റ്റീവ്സ് ആയിട്ട് പറയുന്നത്. ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, നമ്മളിപ്പോ പറഞ്ഞു who is referred to be the father of scientific management. അപ്പൊ നമ്മൾ പറഞ്ഞതേ ഉള്ളൂ, അത് ആർക്കും കൺഫ്യൂഷൻ ഉണ്ടാവില്ല. ആരാണ് സയന്റിഫിക് മാനേജ്മെന്റിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്? ഫാദർ ഓഫ് സയന്റിഫിക് മാനേജ്മെന്റ്. ഓക്കെ അല്ലെ? ഓപ്ഷൻ 3 FW ടൈലർ. ഓക്കെ, അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ്. ഇനിയും നമ്മൾ ഓരോ സെക്ഷനിലും ക്വസ്റ്റ്യൻസുകൾ ധാരാളം ഡിസ്കസ് ചെയ്യും, ആ റിലേറ്റ് ചെയ്ത ടോപ്പിക്കുമായി റിലേറ്റ് ചെയ്തുകൊണ്ട്. പിന്നെ ഞാൻ ജസ്റ്റ് ഒരു ബേസിക് ഐഡിയ ആണ് ഡിസ്കസ് ചെയ്തത്.